ഓക്കെ. സോ നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകണം. നമ്മളെ ക്യാപിറ്റൽ ഗെയിൻ. നമ്മൾ PGVP സെഷൻ കംപ്ലീറ്റ് ചെയ്തു രണ്ട് പാർട്ടായിട്ട്. സെയിം വേ ക്യാപിറ്റൽ ഗെയിൻ രണ്ട് പാർട്ടായിട്ട് തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം. ഇതിൽ കുറച്ച് ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്യും. ആൻഡ് ആഫ്റ്റർ ദ നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ മൈൻഡ് അപ്പ് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്യും. സോ ക്യാപിറ്റൽ ഗെയിൻ തുടങ്ങാൻ സോ ബിഫോർ ദാൻ ഹെഡ് എന്തിനാ എന്നുള്ളൊരു കാര്യം. അപ്പം വൈ ക്യാപിറ്റൽ ഗെയിൻ ഹെഡ് PGVP അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനാ PGVP എന്നുള്ളത്. അപ്പൊ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുമ്പോൾ ഒരാൾക്കൊരു അസറ്റ് ഉണ്ട്. ആ അസറ്റ് അയാൾ വിൽക്കുന്ന മുമ്പ് വാങ്ങിച്ചായിരിക്കും ഇപ്പൊ അയാൾ വിറ്റിട്ട് അയാൾക്ക് സം ഗെയിൻ കിട്ടുന്നു. ആ ഗെയിനിന്റെ മുകളിൽ അയാൾ എന്ത് ചെയ്യണം? സം ടാക്സ് കൂടെ കൊടുക്കണം. അപ്പൊ ഇവിടെ ചോദ്യം വരെ എത്രയാണ് ടാക്സ് കൊടുക്കണ്ടേ? ഞാൻ ടാക്സേഷൻ തന്നെ എങ്ങനെയാ? മീൻസ് കുറേ കാലങ്ങൾക്ക് മുമ്പ് വാങ്ങിയതായിരുന്നു, ഇതിപ്പോ ഇപ്പടുത്ത് വാങ്ങിയതായിരുന്നു, ഇപ്പൊ ഷോർട്ട് ടേം, ലോങ് ടേം, ഞാൻ അതിൽ തന്നെ എന്റെ പേഴ്സണൽ അസറ്റ്സും അതിൽ പെടുവോ? അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. എത്ര ശതമാനമാണ് ടാക്സ് വരിക? സ്ലാബിൽ തന്നെയാണോ ടാക്സ് വരിക? ഇനി എന്തെങ്കിലും എക്സംഷൻസ് ഇതിൽ അവൈലബിൾ ആണോ? അതിൽ ഇളവ് എന്തെങ്കിലും തരുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യാം നമുക്ക് ഈ ക്യാപിറ്റൽ ഗെയിൻ ഹെഡിൽ പഠിക്കാം. അപ്പൊ ആ ഒരു പെർസ്പെക്റ്റീവ് വേണം തിങ്ക് ചെയ്യാൻ. ഇപ്പൊ PGVP പഠിക്കുമ്പോൾ തിങ്ക് ചെയ്യേണ്ടത് നമ്മളൊരു അക്കൗണ്ട്സ് പെർസ്പെക്റ്റീവ്, അതായത് നമ്മളൊരു ബിസിനസ് പെർസ്പെക്റ്റീവ് തിങ്ക് ചെയ്യണം. ക്യാപിറ്റൽ ഗെയിൻ പഠിക്കുമ്പോൾ നമ്മളൊരു അസറ്റ് ഉണ്ട്, നമ്മൾ അസറ്റ് വിൽക്കുമ്പോൾ കിട്ടുന്ന ലാഭം എന്നുള്ള രീതിയിൽ വേണം നമ്മളിവിടെ എന്ത് ചെയ്യാൻ തിങ്ക് ചെയ്യാൻ. അപ്പൊ ഇവിടെ ആദ്യം പഠിക്കേണ്ട കാര്യം എന്താണ് അസറ്റ്, ആ അസറ്റിൽ എന്തൊക്കെ പെടുള്ളൂ, ഏതൊക്കെയാണ് ക്യാപിറ്റൽ അസറ്റ്, ആ ക്യാപിറ്റൽ അസറ്റിൽ പെടുന്നത് മാത്രമേ ക്യാപിറ്റൽ ഗെയിൻ വരുള്ളൂ. അപ്പൊ അതിൽ പെടാത്ത ക്യാപിറ്റൽ ഗെയിൻ ടാക്സേഷൻ വരൂല്ലേ. അപ്പൊ ആ പെർസ്പെക്റ്റീവിലായിരിക്കണം തിങ്ക് ചെയ്യണം. അപ്പൊ ഞാൻ പറയാം, ഒരു ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് എങ്ങനെയാണ് അത് തിങ്ക് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ വേണം തുടങ്ങാൻ. അപ്പൊ നമുക്ക് തുടങ്ങാം. ചാർജിങ് സെക്ഷൻ 45 തുടങ്ങുന്നത്. എല്ലാത്തിലും ചാർജിങ് സെക്ഷൻ ഉണ്ട്, ഇവിടെയും ചാർജിങ് സെക്ഷൻ ഉണ്ട്. ഇഫ് ദർ ഇസ് എ ക്യാപിറ്റൽ അസറ്റ്, ഒരു ക്യാപിറ്റൽ അസറ്റ് ഉണ്ടെങ്കിൽ, ഇഫ് ദർ ഇസ് എ ക്യാപിറ്റൽ അസറ്റ് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് സച്ച് ക്യാപിറ്റൽ അസറ്റ് ഡ്യൂറിംഗ് പ്രീവിയസ് ഇയർ, ആ ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ട്, അപ്പൊ രണ്ട് വേർഡ് ഇവിടെ കിട്ടി, ക്യാപിറ്റൽ അസറ്റും ട്രാൻസ്ഫറും. എന്താണ് ക്യാപിറ്റൽ അസറ്റ് എന്ന് പഠിക്കണം, എന്താണ് ട്രാൻസ്ഫർ എന്ന് പഠിക്കണം. അപ്പൊ ഒരു ക്യാപിറ്റൽ അസറ്റ് ഞാൻ ട്രാൻസ്ഫർ ചെയ്യാണ് പ്രീവിയസ് ഇയറിൽ എന്നുണ്ടെങ്കിൽ, ദെൻ എനി ഗെയിൻ അറൈസിംഗ് ഫ്രം സച്ച് ട്രാൻസ്ഫർ ഈസ് ടാക്സബിൾ അണ്ടർ ദി ഹെഡ് ക്യാപിറ്റൽ ഗെയിൻ. ആ ഗെയിൻ ആണ് ക്യാപിറ്റൽ ഗെയിനിൽ ടാക്സ് ചെയ്യപ്പെടുന്നത്. ഇൻ ദ പ്രീവിയസ് ഇയർ ഇൻ വിച്ച് ട്രാൻസ്ഫർ ടുക്ക് പ്ലേസ്, ഏത് പ്രീവിയസ് ഇയറിലാണോ ആ ട്രാൻസ്ഫർ സംഭവിക്കുന്നത് ആ വർഷമാണ് അതിന്റെ ടാക്സേഷൻ വരിക. ഇതാണ് സിമ്പിളി ഞാൻ ഇപ്പൊ പറഞ്ഞ മലയാളത്തിൽ പറഞ്ഞ സാധനം ഇവിടെ ഒരു സ്റ്റാറ്റിക് സെക്ഷൻ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്യാപിറ്റൽ അസറ്റ് എന്താ? വാട്ട് ഈസ് മീൻ ബൈ ക്യാപിറ്റൽ അസറ്റ്? അപ്പൊ ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിൽ മാത്രമേ അതിന്റെ ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്താൽ മാത്രമേ എന്ത് വരുള്ളൂ അല്ലെ? ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്താൽ മാത്രമേ ടാക്സേഷൻ, ക്യാപിറ്റൽ ഗെയിൻ ടാക്സേഷൻ ഹിറ്റ് ചെയ്യുള്ളൂ. അപ്പൊ ക്യാപിറ്റൽ അസറ്റ് എന്താ നോക്കാം. പ്രോപ്പർട്ടി ഓഫ് എനി കൈൻഡ് പ്രോപ്പർട്ടി ആയിക്കോട്ടെ, അത് മൂവബിൾ ആവാം, ഇമ്മൂവബിൾ ആവാം, ടാഞ്ചിബിൾ ആവാം, ഇൻടാഞ്ചിബിൾ ആവാം, ഹെൽഡ് ബൈ അസസി, വെദർ ബൈ ബിസിനസ്സിൽ ആ ഒരു പ്രൊഫഷണൽ ഹെൽഡ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ പേഴ്സണൽ പ്രോപ്പർട്ടി ആയിരിക്കാം, എന്തും ആയിക്കോട്ടെ. ബട്ട് ദർ ഈസ് സം എക്സ്ക്ലൂഷൻസ്. ക്യാപിറ്റൽ അസറ്റിലെ പെടാത്ത കുറച്ച് സാധനങ്ങളുണ്ട്. ഒന്ന്, സ്റ്റോക്ക് ഇൻ ട്രേഡ്, ബിസിനസ്സിലുള്ള സ്റ്റോക്ക് അസറ്റില്ല, ക്യാപിറ്റൽ അസറ്റിൽ പെടൂല. പേഴ്സണൽ മൂവബിൾ പ്രോപ്പർട്ടി, നമ്മളെ പേഴ്സണൽ പ്രോപ്പർട്ടീസിലെ മൂവബിൾ പ്രോപ്പർട്ടീസ് പെടൂല. ബട്ട് എക്സെപ്റ്റ് പെടും, ഇതൊക്കെ പെടും. അപ്പൊ പേഴ്സണൽ പ്രോപ്പർട്ടിയിൽ ക്യാപിറ്റൽ ഗെയിന് പെടുന്ന ടാക്സ് ഏതൊക്കെയാണ്? ബട്ട് എക്സെപ്റ്റ് ഏതൊക്കെ പെടും? ജ്വല്ലറി പെടും, ആർക്കിയോളജിക്കൽ കളക്ഷൻസ് പെടും, ഡ്രോയിങ്സ് പെയിന്റിങ്സ് പെടും, സ്കൾപ്ചേഴ്സ് പെടും, എനി വർക്ക് ഓഫ് ആർട്ട് പെടും. ദീസ് ആർ ക്യാപിറ്റൽ അസറ്റ്സ്. ഇതൊക്കെ ക്യാപിറ്റൽ അസറ്റ് ആണെന്ന് പറയുന്നത്. അപ്പൊ പേഴ്സണൽ മൂവബിൾ പ്രോപ്പർട്ടി ശരിക്കും ക്യാപിറ്റൽ അസറ്റ് അല്ല, ബട്ട് താഴെയുള്ള ഐറ്റംസ് എന്ത് ചെയ്യും? ക്യാപിറ്റൽ അസറ്റിൽ പെടും. റൂറൽ അഗ്രികൾച്ചർ ലാൻഡ് ഇൻ ഇന്ത്യയിലുള്ള റൂറൽ അഗ്രികൾച്ചർ ലാൻഡ് എക്സ്ക്ലൂഡ് ആണ് ക്യാപിറ്റൽ അസറ്റ്. അപ്പൊ സാധാരണ ലാൻഡ് ഒരു അസറ്റ് ആണ്, ബട്ട് അതൊരു റൂറൽ അഗ്രികൾച്ചർ ലാൻഡ് ആണെന്നുണ്ടെങ്കിൽ അതെന്തല്ല ക്യാപിറ്റൽ അസറ്റ്. അപ്പൊ അടുത്ത സംശയം, എന്താണ് ഈ റൂറൽ അഗ്രികൾച്ചർ ലാൻഡ്? നോക്കാനുണ്ട് എന്താ റൂറൽ അഗ്രികൾച്ചർ ലാൻഡ് എന്ന് നമുക്ക് നോക്കാം. അടുത്തത് ഗോൾഡ് ഡെപ്പോസിറ്റ്സ്, ബോണ്ട്സ് ആൻഡ് സർട്ടിഫിക്കറ്റ്. ഗോൾഡ് ഡെപ്പോസിറ്റ്, ബോണ്ട്സും സർട്ടിഫിക്കറ്റ് എന്തിൽ പെടൂല? ഈ പറഞ്ഞ ക്യാപിറ്റൽ ടാക്സേഷൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ അസറ്റിൽ പെടൂല. അതുകൊണ്ട് തന്നെ അതിന്റെ ട്രാൻസ്ഫർ എന്തിൽ വരില്ല? ക്യാപിറ്റൽ ഗെയിൻ ടാക്സേഷനിൽ വരും. ഓക്കെ, ഇനി ഐ തിങ്ക് ദിസ് ഈസ് എ ന്യൂ അമെന്റ്മെന്റ്സ്. ഈ ഫോളോയിങ് അസറ്റ്സ് ആർ ഓൾസോ ബി ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ അസറ്റ്. താഴെ പറഞ്ഞ ഈ ഐറ്റംസും ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. രണ്ടെണ്ണം അഡീഷണലി കൊണ്ടുവന്നു. ഒന്ന്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ സെക്യൂരിറ്റീസും അവിടെ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടും, അതേപോലെ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പോളിസിയും ഈ ക്യാപിറ്റൽ അസറ്റിന്റെ പരിധിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് ക്യാപിറ്റൽ അസറ്റ്. അപ്പം ഇവിടെ പെട്ട ക്യാപിറ്റൽ അസറ്റ് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ ഗെയിൻ ടാക്സേഷൻ ഹിറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത് പഠിച്ചു വെക്കണേ. അതിൽ എക്സ്പെഷ്യലി ഇത് സി, അവർ എക്സ്ക്ലൂഡ് ചെയ്യുന്നത് ഏതൊക്കെയെന്നുള്ളത് കറക്റ്റ് ആയിട്ട് നോക്കി വെക്കണം. ഓക്കെ, താഴോട്ട് വരാം. ഇനി നമുക്ക് ഉള്ളത് എന്താണ് റൂറൽ അഗ്രികൾച്ചർ ലാൻഡ് ഇൻ ഇന്ത്യ? ഈ റൂറൽ അഗ്രികൾച്ചർ ലാൻഡിനെ എങ്ങനെ വേർതിരിച്ചറിയാം എന്നുള്ള കാര്യം അതിന് പറയുന്നത് 4 തരത്തിലാണ് പറയുന്നത്. ഒന്ന്, പോപ്പുലേഷൻ ബേസും കൂടിയാണ് പറയുന്നത്. അഗ്രികൾച്ചർ ലാൻഡ് സിറ്റുവേറ്റഡ് ഇൻ ഏരിയ ഹാവിംഗ് പോപ്പുലേഷൻ ഓഫ് ലെസ് ദാൻ 10,000, അതായത് 10,000 ബിലോ പോപ്പുലേഷൻ ഉള്ള
ഏരിയയിൽ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ലാൻഡും എന്തായാലും എല്ലാ അഗ്രികൾച്ചർ ലാൻഡും എന്തായിട്ട് ട്രീറ്റ് ചെയ്യുന്നത് റൂറൽ. അപ്പൊ നമുക്ക് പ്രശ്നം എന്ന് വെച്ചാൽ റൂറൽ ആണോ അർബൻ ആണോ വേർതിരിക്കണം. അഗ്രികൾച്ചർ ലാൻഡ് ഓക്കെ, ബട്ട് അത് റൂറൽ ആണോ അർബൻ ആണോ വേർതിരിക്കണം. അപ്പൊ പറയാണ് 10,000 താഴെ വരുന്ന ലാൻഡ് ആണെങ്കിൽ 10,000 താഴെ പോപ്പുലേഷൻ വരുന്ന ഒരു ഏരിയയിലെ ലാൻഡ് അഗ്രികൾച്ചർ ലാൻഡ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഓൾവേസ് ട്രീറ്റഡ് ആസ് റൂറൽ അഗ്രികൾച്ചർ ലാൻഡ്. അപ്പൊ 10,000 മുകളിൽ പോപ്പുലേഷൻ വരുന്ന ഏരിയ, പോപ്പുലേഷൻ അബൌട്ട് 10,000 ആണ്, ബട്ട് അപ് ടു 1 lakh ആണെങ്കിൽ അഗ്രികൾച്ചർ ലാൻഡ് റൂറൽ അഗ്രികൾച്ചർ ലാൻഡ് ആവണമെങ്കിൽ 2 കിലോമീറ്റർ ഔട്ട്സൈഡ് ഫ്രം ദി ഏരിയ ഹാവിംഗ് പോപ്പുലേഷൻ അബൌട്ട് 10,000 അപ് ടു, അതായത് 10,000 തൊട്ട് 1,00,000 വരെയുള്ള പോപ്പുലേഷൻ ഉള്ള ഏരിയയിൽ നിന്ന് 2 കിലോമീറ്റർ മാറിയിട്ടുള്ള അഗ്രികൾച്ചർ ലാൻഡ് റൂറൽ അഗ്രികൾച്ചർ ലാൻഡ് പരിധിയിൽ പെടും. അപ്പൊ റൂറൽ അർബൻ പരിധി കുറെ പോപ്പുലേഷൻ ഉള്ള സ്ഥലത്തുള്ള ഒരു അഗ്രികൾച്ചർ ലാൻഡ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് അർബൻ അഗ്രികൾച്ചർ. അപ്പൊ 10,000 to 1 lakh ഇടയിലുള്ള ലാൻഡ് അർബൻ ആയിരിക്കും. ഓക്കെ, അതിന് 2 കിലോമീറ്റർ മാറിയിട്ടുള്ള ഏരിയയിലുള്ള അഗ്രികൾച്ചർ ലാൻഡ്. ഇനി 1 lakh അബോവ് പോപ്പുലേഷൻ അപ് ടു 10 lakh വരെയുള്ള പോപ്പുലേഷന്റെ കേസ് ആണെങ്കിൽ 6 കിലോമീറ്റേഴ്സ്, 6 കിലോമീറ്ററിന്റെ ഔട്ട്സൈഡ്, ആ പരിധിയിൽ നിന്ന് 6 കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള അഗ്രികൾച്ചർ ലാൻഡിനെ റൂറൽ അഗ്രികൾച്ചർ ലാൻഡ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ. ഇനി 10 lakh അബോവ് പോപ്പുലേഷൻ വരുന്ന ഏരിയയിൽ നിന്നാണെങ്കിൽ 8 കിലോമീറ്റർ. അപ്പൊ 2, 6, 8. ഓക്കെ, 8 കിലോമീറ്റർ ഔട്ട്സൈഡ് ദി പോപ്പുലേഷൻ ഹാവിംഗ് 10 lakhs അഗ്രികൾച്ചർ ലാൻഡ് ആയിട്ട്, അതായത് ഏത് അഗ്രികൾച്ചർ ലാൻഡ് ആയിട്ട് റൂറൽ അഗ്രികൾച്ചർ ലാൻഡ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. മീൻസ് റൂറൽ അഗ്രികൾച്ചർ ലാൻഡ് വിറ്റ് കഴിഞ്ഞാൽ ടാക്സേഷൻ ഇല്ലടോ. മനസ്സിലായോ? ഇതിങ്ങനെ ക്ലാസിഫിക്കേഷൻ കൊടുത്തില്ലെങ്കിൽ എല്ലാവരും പറയും അത് റൂറൽ ആണ്, ഇത് റൂറൽ ആണെന്ന് പറയും. ആ ഒരു ലൂപ്പ് ഹോൾ എല്ലാവരും എടുക്കും. അഗ്രികൾച്ചർ ലാൻഡ് തന്നെ അർബൻ ഉണ്ട്, റൂറൽ ഉണ്ട്. അപ്പൊ പ്രത്യേകിച്ച് ഇതിന് ഡെഫിനിഷൻ കൊടുക്കുന്നില്ല. റൂറൽ അഗ്രികൾച്ചർ ലാൻഡ് എന്താണെന്നൊന്നും പറയുന്നില്ല. അങ്ങനെ പറഞ്ഞില്ല വെച്ചാൽ എന്താ ഉണ്ടാവുക? ഡെഫിനിഷൻ ഒരു ആംബിഗ്വിറ്റിയിൽ നിൽക്കുന്നതുകൊണ്ട് എല്ലാവരും പറയും ഇത് റൂറൽ ആണ്, അതുകൊണ്ട് എക്സെപ്ഷൻ ആണെന്ന് പറയും. ഈ ലാൻഡ് അഗ്രികൾച്ചർ ലാൻഡ് ആണ്, അത് റൂറൽ ആണ്, ടാക്സ് വരില്ല എന്ന് പറയും. അപ്പൊ സ്പെസിഫിക്കലി പറഞ്ഞ് റൂറൽ അഗ്രികൾച്ചർ ലാൻഡ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ സാറ്റിസ്ഫൈഡ് ഉണ്ടായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ അസെറ്റ്. ലോങ് ടേം ഉണ്ട്, ഷോർട്ട് ടേം ഉണ്ട്. അതായത് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസെറ്റും ഉണ്ട്, ലോങ് ടേം ക്യാപിറ്റൽ അസെറ്റും ഉണ്ട്. അപ്പൊ ക്ലാസിഫിക്കേഷൻ എന്താ? ഈ ഷോർട്ട് ടേം എന്ന് പറഞ്ഞാൽ എന്താ, ലോങ് ടേം എന്ന് പറഞ്ഞാൽ എന്താ, എത്ര വർഷം ഹോൾഡ് ചെയ്യുന്നതിനനുസരിച്ചാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. അത് ഇത് ഇമ്പോർട്ടന്റ് ആണ്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. നമ്മൾ ഷോർട്ട് ടേമും ലോങ് ടേമും ക്ലാസിഫൈ ചെയ്യണമെങ്കിൽ ഇത് അറിയണം. ഇവിടെ പറയുകയാണ് ലിസ്റ്റഡ് സെക്യൂരിറ്റീസും യൂണിറ്റ് ഓഫ് ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ട്സും യൂണിറ്റ് ഓഫ് ബിസിനസ് ട്രസ്റ്റും സീറോ കൂപ്പൺ ബോൺസും. ഈ പറഞ്ഞ അസെറ്റ്സുകൾ 1 വർഷത്തിന്റെ ഉള്ളിലാണ് ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ, അതിന്റെ ഫോർ അപ് ടു 1 year ആണെങ്കിൽ ഷോർട്ട് ടേമും, മോർ ദാൻ 1 year ആണെങ്കിൽ ലോങ് ടേമും. ഇപ്പൊ ഷെയർസ് ഇല്ലേ, നമ്മളെ ഷെയർസ്, ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ട്സ്, ബിസിനസ് ട്രസ്റ്റിലെ യൂണിറ്റ് ഓഫ് ട്രസ്റ്റിലെ യൂണിറ്റ്സ്, സീറോ കൂപ്പൺ ബോൺസ്, ഇതൊക്കെ അപ് ടു 1 year. 1 year താഴെയാണെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസെറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. 1 year മുകളിൽ ഞാൻ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ അസെറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. അതായത് 1 year ഞാൻ ഒരു 6 മാസം ഹോൾഡ് ചെയ്തിട്ട് ഞാൻ വിറ്റു. അപ്പൊ അവിടെ ഏത് രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഷോർട്ട് ടേം ക്യാപിറ്റൽ അസെറ്റ് എന്നുള്ള രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക. 1 വർഷത്തിന്റെ മുകളിൽ ഹോൾഡ് ചെയ്ത സാധനം എന്നിട്ട് ഞാൻ വിൽക്കുന്നത്. അപ്പൊ അതിനെന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? ഓക്കെ, അപ്പൊ അതിനെന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? ലോങ് ടേം ക്യാപിറ്റൽ അസെറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. പിന്നെ സ്ലം സെയിലില്ലേ, ഒരു ബിസിനസ് സ്ലം സെയിൽ നടത്തും, നമുക്ക് 50B ആണെന്ന് തോന്നുന്നു സെക്ഷൻ, അപ്പൊ പഠിക്കാനുണ്ട്. അതിനെ ഷോർട്ട് ടേം ലോങ് ടേം ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്ന 3 years ആണ്. 3 വർഷം ഹോൾഡ് ചെയ്തിട്ടുള്ള ഒരു അണ്ടർടേക്കിംഗ് ആണ് ഞാൻ വിൽക്കുന്നുണ്ടെങ്കിൽ, 3 വർഷത്തിനുള്ളിൽ ഹോൾഡ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ ഷോർട്ട് ടേം, 3 വർഷത്തിന്റെ അബവ് ഹോൾഡ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ ലോങ് ടേം ആയിട്ട് ട്രീറ്റ് ചെയ്യാം, മോർ ദാൻ 3 years. ബാക്കി എല്ലാ ക്യാപിറ്റൽ അസെറ്റും 2 വർഷത്തെ കണക്കാ പറയുന്നത്. 2 വർഷത്തിന്റെ ഉള്ളിൽ യൂസ് ചെയ്തിരുന്നെങ്കിൽ ഷോർട്ട് ടേമും, മോർ ദാൻ 2 years ആണെങ്കിൽ ലോങ് ടേം ആയിട്ട് ട്രീറ്റ് ചെയ്യാം. So this classification is important. I think there is also amendment in this case. ഈ കേസിൽ ഒരു അമെന്റ്മെന്റ് ലേറ്റസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ഫോർ ദി അപ്കമിംഗ് എക്സാം. ഇതിപ്പോൾ അമെന്റഡ് ആയിട്ടുള്ള ഫിഗറാ പറയുന്നത്, പണ്ട് ഇങ്ങനെ അല്ലായിരുന്നു. ഓക്കെ, ഈ എന്താണ് ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ട് പറയുന്നില്ലേ? വാട്ട് ഈസ് മീൻ ബൈ ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ട്? A mutual fund where 65% of its proceeds is invested in listed equity shares of domestic companies. ഒരു മ്യൂച്വൽ ഫണ്ട് ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ട് എപ്പോഴാവുക? അതിന്റെ 65% ഹോൾഡ് ചെയ്യുന്നത്, അതിന്റെ 65% ഹോൾഡ് ചെയ്യുന്നത്, അതായത് 55% എവിടെയാണ്? ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യന്റെ യൂണിറ്റ്സ് ഒക്കെ ഓൾവേസ് ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ടാണ്. യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പോളിസി ഇല്ലേ, ഓൾവേസ് ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ട് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഓക്കെ, സോ ദിസ് ക്ലാസിഫിക്കേഷൻ, അല്ലെങ്കിൽ ഈ ഷോർട്ട് ടേം ആണോ ലോങ് ടേം ആണോ എന്നുള്ളത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് കേട്ടോ. ഓക്കെ, ഇനി അപ്പൊ ക്യാപിറ്റൽ അസെറ്റ് എന്താന്ന് നമ്മൾ പറഞ്ഞു. ഈ ക്യാപിറ്റൽ അസെറ്റ് തന്നെ ഷോർട്ട് ടേം എന്താ, ലോങ് ടേം എന്താന്ന് പറഞ്ഞു. Then what is mean by transfer? Transfer എന്ന് പറഞ്ഞാൽ എന്താ? What is mean by transfer? Sale or exchange of capital asset. ഒരു അസറ്റിന്റെ സെയിൽ ആവാം, എക്സ്ചേഞ്ച് ആവാം. പൊസഷൻ ഓഫ് ഇമ്മൂവൽ പ്രോപ്പർട്ടി ഇൻ പാർട്ട് പെർഫോമൻസ് ഓഫ് എ കോൺട്രാക്ട്. ഒരു ഇമ്മൂവൽ പ്രോപ്പർട്ടി പൊസസ് ചെയ്യുന്ന ഒരു പെർഫോമൻസ്, ഒരു എന്താ പറയാ, ഒരു കോൺട്രാക്ടിന്റെ പാർട്ട് പെർഫോമൻസും ഉണ്ട്. ഒരു കോൺട്രാക്ട് എന്തോ പെർഫോം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇമ്മൂവൽ പ്രോപ്പർട്ടി എന്ത് ചെയ്യുന്നു? പൊസസ് ചെയ്യുന്ന കിട്ടുന്നു. റിഡംഷൻ ഓഫ് സീറോ കൂപ്പൺ ബോണ്ട്. ഒരു സീറോ കൂപ്പൺ ബോണ്ട് റിഡീം ചെയ്യുന്നു. ക്യാപിറ്റൽ അസറ്റ് ഡിസ്ട്രോയിഡ് ആവുന്നു.
ആൻഡ് amount received from ഇൻഷുറൻസ് കമ്പനി. ഒരു അസറ്റ് ഇൻഷുർ ചെയ്തിട്ടുണ്ടായിരുന്നു, ആ അസറ്റ് നശിച്ചു പോയി. അപ്പൊ ഇൻഷുറൻസ് കമ്പനിന്ന് ഇൻഷുറൻസ് കിട്ടി, ആ സാധനം കിട്ടി. ക്യാപിറ്റൽ അസറ്റ് കൺവേർട്ട് ചെയ്തു സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട്. ക്യാപിറ്റൽ അസറ്റ് ഞാൻ സ്റ്റോക്ക് ആക്കി മാറ്റി. കമ്പൽസറി അക്വസിഷൻ ഓഫ് ക്യാപിറ്റൽ, ഒരു ക്യാപിറ്റൽ അസറ്റ് അത് കമ്പൽസറി ഗവൺമെന്റ് അക്വയർ ചെയ്യില്ലേ, അപ്പൊ അങ്ങനെ കമ്പൽസറി അക്വയർ ചെയ്തു. ഇതൊക്കെ സെപ്പറേറ്റ് നമുക്ക് പഠിക്കാനുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാനുണ്ട്, സ്പെഷ്യൽ കേസസ് പറഞ്ഞിട്ട്. ഡിസ്ട്രിബ്യൂഷൻ ഓൺ ലിക്വിഡേഷൻ ഓഫ് കമ്പനി ടു ഷെയർ ഹോൾഡേഴ്സ്. കമ്പനി ലിക്വിഡേറ്റ് ആയി, കമ്പനി നിർത്തി, കമ്പനി ഡിസോൾവ് ആയി, അത് ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്തു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു അതിന്റെ അസറ്റ്സ് ഒക്കെ. ബൈബാക്ക് ഓഫ് ഷെയർസ് ബൈബാക്ക് നടത്തി. റിഡംഷൻ ഓഫ് ട്രാൻസ്ഫർ ഓഫ് മാർക്കറ്റ് ലിങ്ക്ഡ് ഡിബഞ്ചേഴ്സ്, സ്പെഷ്യൽ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്സ്, അൺലിസ്റ്റഡ് ബോൺസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. ഈ റിഡംഷനോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ഡിബഞ്ചേഴ്സ് ഇല്ലേ, മാർക്കറ്റ് ലിങ്ക്ഡ് ഡിബഞ്ചേഴ്സ്, ഈ പറഞ്ഞ സ്പെസിഫൈഡ് മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്സ്, അൺലിസ്റ്റഡ് ബോൺസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ഒക്കെ റെഡീം ചെയ്തു അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്തു, സ്ലം സെയിൽ നടത്തി. ഇതൊക്കെ ട്രാൻസ്ഫറിന്റെ കാറ്റഗറിയിലാണ് പെടുക. ഓക്കെ, ഇനി താഴെയുള്ളത് എന്തല്ല, ട്രാൻസാക്ഷൻസ് നോട്ട് റിഗാർഡഡ് ആസ് ട്രാൻസ്ഫർ. താഴെയുള്ളത് എന്തല്ല, ട്രാൻസ്ഫർ അല്ല, ട്രാൻസ്ഫർ ആയിട്ട് കണക്കാക്കണ്ട. അപ്പം ക്യാപിറ്റൽ അസറ്റ് ആണ് കൊടുത്തത്, ബട്ട് ഈ താഴെയുള്ള മോഡാണെങ്കിൽ അതെന്തല്ല, ട്രാൻസ്ഫർ അല്ല. ട്രാൻസ്ഫർ അല്ലാത്ത പക്ഷെ എന്താവില്ല, ക്യാപിറ്റൽ ഗെയിൻ വരില്ല. അപ്പൊ ക്യാപിറ്റൽ അസറ്റും ആവണേ ട്രാൻസ്ഫർ ആവണ്ടേ, എന്നാലല്ലേ ക്യാപിറ്റൽ ഗെയിൻ വരുള്ളൂ. അതിലൊന്നും ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, സോ ട്രാൻസാക്ഷൻ നോട്ട് റിഗാർഡഡ് ആസ് ട്രാൻസ്ഫർ. ട്രാൻസ്ഫർ ആയിട്ട് ട്രീറ്റ് ചെയ്യാത്തത് ഏതൊക്കെ? ട്രാൻസ്ഫർ അണ്ടർ ഗിഫ്റ്റ്, ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് ബൈ വിൽ ഓർ വില്ലായിട്ട് കൊടുക്കുന്നത്, നമ്മളെ ഇൻഹെറിറ്റൻസിലൊക്കെ കൊടുക്കുന്നത് ബൈ ഇൻഡിവിജ്വൽ ഓർ ആൻ അച്ചീവർ, ഗിഫ്റ്റ് ഓർ വില്ല്. ഡിസ്ട്രിബ്യൂഷൻ ഓൺ ടോട്ടൽ പാർട്ടീഷൻ ഓർ പാർഷ്യൽ പാർട്ടീഷൻ ഓഫ് HUF മെമ്പേഴ്സിന് പാർട്ടീഷൻ ചെയ്യുന്നത്. അമാൽഗമേഷൻ, ഡീമർജർ ഓഫ് കമ്പനീസ്, കമ്പനീസിൽ അമാൽഗമേഷൻ നടത്തുക, ഡീമർജർ ഒക്കെ നടത്തുമ്പോൾ ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യും അങ്ങോട്ട്. അത് ഇന്ത്യൻ കമ്പനിനെ ആയിരിക്കണം. ഇതിൽ ഏറ്റവും സംഭവം അതാണ്, അമാൽഗമേറ്റ് ചെയ്ത കമ്പനി ഇന്ത്യൻ കമ്പനി ആയിരിക്കണം. അതേപോലെ റിസൾട്ടിങ് ഇന്ത്യൻ കമ്പനി, ഡീമർജ് ചെയ്തിട്ടൊക്കെ ഉള്ള റിസൾട്ടിങ് കമ്പനി ഇന്ത്യൻ കമ്പനി ആയിരിക്കണം എന്നുള്ള കാര്യമുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. Then transfer of capital asset between wholly owned subsidiary company and holding company. ഹോൾഡിംഗ് കമ്പനിയും അതേപോലെ ഈ സബ്സിഡിയറി കമ്പനിയും തമ്മിൽ എന്ത് ചെയ്യുന്നത്, 100% സബ്സിഡിയറി ആണ്, തമ്മിൽ ട്രാൻസ്ഫർ ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിനെ എന്തായിട്ട് ട്രാൻസ്ഫർ ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. ഇനി കണ്ടീഷൻസ് പറഞ്ഞാൽ ഇന്ത്യൻ കമ്പനി ആയിരിക്കണം, 100% ഹോൾഡ് ചെയ്യണം, അറ്റ്ലീസ്റ്റ് 8 years ഫ്രം ദി ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ. ഹോൾഡിംഗ് കമ്പനി 100% ഷെയർ ക്യാപിറ്റൽ ഓഫ് എത്ര വർഷത്തെ, അറ്റ്ലീസ്റ്റ് 8 വർഷമെങ്കിലും അവരെ ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ബോണ്ടിനെ അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സിനെ ഷെയർ ആക്കി കൺവേർട്ട് ചെയ്യുന്നത് ട്രാൻസ്ഫർ ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. പ്രിഫറൻസ് ഷെയർസിനെ ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതും എന്താ ട്രാൻസ്ഫർ ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. ഗോൾഡിനെ ഇലക്ട്രോണിക് ഗോൾഡ് റിസീറ്റ് ആയിട്ടോ അല്ലെങ്കിൽ വൈസ് വേഴ്സ, ഇലക്ട്രോണിക് ഗോൾഡ് റിസീറ്റിനെ ഗോൾഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നവർ ട്രാൻസ്ഫർ ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. ദെൻ ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ആൻഡ് റിവേഴ്സ് മോർഗേജ്, അതായത് ബാങ്ക് എന്ത് ചെയ്യും, ഈ അസറ്റ് പിടിച്ചെടുക്കൂല, ജപ്തി നടപടി എടുത്തിട്ട് അങ്ങനെ, അതായത് പീരിയോഡിക് ലോൺ അടച്ചില്ലെങ്കിൽ ഇഫ് ലോൺ ഇസ് നോട്ട് റിപ്പേർഡ് ദെൻ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ടു ദി ബാങ്ക്. ആ പരിപാടി ഇല്ലേ, മോർഗേജ്, റിവേഴ്സ് മോർഗേജ്. അപ്പം അതൊരു ട്രാൻസ്ഫർ ആയിട്ട് എന്ത് ചെയ്യില്ല, വീട്ട് ചെയ്യത്തില്ല. ഓക്കെ, നെക്സ്റ്റ് പീരിയഡ് ഓഫ് ഹോൾഡിംഗ്. ഇനി പീരിയഡ് ഓഫ് ഹോൾഡിംഗിൽ ഇപ്പൊ എവിടെ തൊട്ട് എവിടെ, ഇപ്പൊ നമ്മൾ പറഞ്ഞു 1 year 2 year കാറ്റഗറി പറഞ്ഞു. 1 year വരെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര, 2 yearന്റെ മേലെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര എന്ന കാര്യങ്ങൾ പറഞ്ഞു. അത് ഹോൾഡിംഗ് എങ്ങനെ കണക്കാക്കുന്നത്, അതായത് എവിടം തൊട്ട് എവിടം വരെ, ഇപ്പം പർച്ചേസ് ചെയ്ത സമയം തൊട്ട് സെയിൽ ചെയ്ത വരെയാണ്. നോർമലി അങ്ങനെയാണ്. നോർമൽ കേസിൽ എവിടെ നിന്നാണോ പർച്ചേസ് ചെയ്ത ഡേറ്റ് അവിടെ നിന്ന് സെയിൽ ആവുന്ന ഡേറ്റ് വരെയാണ് എന്ത്, നമ്മുടെ ഹോൾഡിംഗ് പീരീഡ്. ഇപ്പൊ ഞാൻ പറയാണ്, ഞാൻ പർച്ചേസ് ചെയ്തത് ഒരു എന്താ പറയാ 31 March 2024 സെയിൽ ചെയ്യുന്നത് നമ്മളെ April 1, 2025 സോറി 2026. അപ്പം 31 March 2024 ടു 1 April 2026 വരെ ഉള്ള ആണ് നമ്മൾ കൗണ്ട് പീരീഡ് ആയിട്ട് കൗണ്ട് ചെയ്യുക. അപ്പൊ പർച്ചേസ് ടു സെയിൽ എത്രയാണോ പീരീഡ് അതാണ് ഹെൽഡ് ചെയ്ത പീരീഡ്. ഇനി സ്പെഷ്യൽ കേസ് ഉണ്ട്, ചില കേസിൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ചില സ്പെഷ്യൽ കേസ് ഒന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, when capital asset become property by way of transaction not regarded as transfer. ട്രാൻസ്ഫർ അല്ലാത്തൊരു സാഹചര്യത്തിലാണ് എന്ത് ചെയ്തത്, ക്യാപിറ്റൽ അസറ്റ് വന്നത്, നമുക്ക് കിട്ടിയത്. ആ കിട്ടിയത് നമ്മളത് വിൽക്കുകയാണ്. കിട്ടുമ്പോൾ അത്, അതായത് ഇപ്പം എങ്ങനെ ആലോചിച്ച് നോക്കിയേ, എനിക്ക് ബില്ല് പ്രകാരം അല്ലെങ്കിൽ ഗിഫ്റ്റ് പ്രകാരം ഓക്കെ എനിക്കൊരു പ്രോപ്പർട്ടി കിട്ടി. ആ കിട്ടുന്നത് എന്തല്ല, ട്രാൻസ്ഫർ അല്ല എന്ന് പറഞ്ഞ് അത് ക്യാപിറ്റൽ അസറ്റ് അല്ല, ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് വരില്ല. ബട്ട് ഞാനത് വിൽക്കുമ്പോഴും എനിക്ക് അങ്ങനെ കിട്ടിയപ്പോൾ എനിക്ക് എന്റെ വീട് ഭാഗം വെച്ച രീതിയിൽ, പാർട്ടീഷൻ ചെയ്ത രീതിയിൽ എനിക്കൊരു സ്ഥലം കിട്ടി, ലാൻഡ് കിട്ടി. അത് ആക്ച്വലി എന്തല്ല, ക്യാപിറ്റൽ ഗെയിൻ ടാക്സേഷനിൽ വരില്ല, ട്രാൻസ്ഫർ അല്ല, അവിടെ ഒന്നും സംഭവിക്കുന്നില്ല, അവിടെ ക്യാപിറ്റൽ ഗെയിൻ വരില്ല. ബട്ട് അങ്ങനെ കിട്ടിയ ലാൻഡ് ആഫ്റ്റർ 10 വർഷം കഴിഞ്ഞിട്ട് ഞാൻ വിൽക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഹോൾഡിംഗ് പീരീഡ് എവിടെ ട്രീറ്റ് ചെയ്യുക, എനിക്ക് കിട്ടിയ അവിടുന്ന് ഡേറ്റ് തൊട്ടാണോ അതൊക്കെ പ്രീവിയസ് ഓണറുടെ ഡേറ്റ് തൊട്ടാണോ, പ്രീവിയസ് ഓണർക്ക് കിട്ടിയ ഡേറ്റ് തൊട്ടാണോ എന്നാണ് സംശയം. ഇതാണ് പ്രശ്നം. അവിടെ പറയാണ്, when capital asset becomes property by way of transaction not regarded as transfer. ട്രാൻസ്ഫർ അല്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടിയ ഒരു ക്യാപിറ്റൽ അസറ്റാണ്.
ഞാൻ എക്സാമ്പിൾ പറഞ്ഞ് എനിക്ക് ഭാഗം വെച്ച് വീട് ഭാഗം വെച്ച രീതിയിൽ എനിക്ക് സ്ഥലം കിട്ടി. കുറെ വർഷങ്ങൾക്ക് ശേഷം ആ സ്ഥലം ഞാൻ വിൽക്കുന്നു. അപ്പോൾ ഇവിടെ പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് പീരിയഡ് ഇൻക്ലൂഡ് പീരിയഡ് ഓഫ് പ്രീവിയസ് ഓണർ ഓർ പ്രീവിയസ് അസറ്റ്. ആ പ്രീവിയസ് ഓണറുടെ ആ പീരിയഡും കൂടി കൺസിഡർ ചെയ്യണം നമ്മളുടെ ഹോൾഡിംഗ് പീരീഡ് ആയിട്ട്. ഇവിടെ എക്സാമ്പിൾ പറയുന്നത് അപ്പൊ കറക്റ്റ് മനസ്സിലാവുക. മിസ്റ്റർ ശ്യാം ഗിഫ്റ്റ് ഓൺ 5/7/2025 മിസ്റ്റർ മോഹൻ. മകനിക്ക് ശ്യാം ഒരു 5/7/2015 ഒരു ഗിഫ്റ്റ് കൊടുത്തു, സം ലാൻഡ് ഓർ സംതിങ്. ഓക്കെ, ഈ ശ്യാം എന്താ ബിൽഡിംഗ് പർച്ചേസ് ചെയ്ത് 10/8/2011 ഫോർ 50 lakhs. ഓക്കെ, 50 ലക്ഷത്തിനാണ് ഒരു ബിൽഡിംഗ് പർച്ചേസ് ചെയ്തിരുന്നു ശ്യാം. ആ ബിൽഡിംഗ് 5/7/2015 സണ്ണിന് മോഹന് ഗിഫ്റ്റ് കൊടുത്തു. മോഹൻ എന്ത് ചെയ്തു? 30/4/2026 2 കോടിക്ക് അത് വിറ്റ്. അപ്പൊ ഇവിടെ സംശയം, ഈ മോഹന്റെ പീരീഡ് ഓഫ് ഹോൾഡിംഗ് എവിടുന്നാ ട്രീറ്റ് ചെയ്യുക? 2015 തൊട്ടാണോ അതോ 2011 തൊട്ടാണെന്നാണ് സംശയം. അപ്പൊ പറയാണ് പീരീഡ് ഓഫ് ഹോൾഡിംഗ് വിൽ ബി 10/8/2011 ടു 30/4/2026. അതായത് പ്രീവിയസ് ഓണറുടെ, ഇവിടെ പ്രീവിയസ് ഓണർ ആരാ? പ്രീവിയസ് ഓണറുടെ പീരീഡും വിൽ ബി കൺസിഡർ, ആഡ് ചെയ്യും. ബിക്കോസ് ഇവിടെ നോർമൽ ട്രാൻസ്ഫർ അല്ല, ഈ മോഹന് കിട്ടിയിട്ടുള്ളത് നോർമൽ ട്രാൻസ്ഫറിലൂടെ അല്ല. അതുകൊണ്ട് പ്രീവിയസ് ഓണറുടെയും പീരീഡ് ഓഫ് ഹോൾഡിംഗ് വിൽ ബി. ഓക്കെ, ദിസ് ഈസ് ഇമ്പോർട്ടന്റ്. ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ അത് നോക്കണം, എങ്ങനെയാണ് അസറ്റ് അയാൾക്ക് കിട്ടിയത്. അപ്പൊ പീരീഡ് ഓഫ് ഹോൾഡിംഗ് വെച്ചിട്ടാണ് നമ്മൾ ഷോർട്ട് ടേം ആണോ ലോങ് ടേം ആണോ ക്ലാസിഫൈ ചെയ്യുന്നത്. ആ ക്ലാസിഫിക്കേഷൻ തെറ്റിയാൽ തന്നെ കംപ്ലീറ്റ്ലി തെറ്റും. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ എക്സാമ്പിൾ കൂടി പറയുന്നത് മിസ്റ്റർ എ പർച്ചേസ് ഡിബഞ്ചേഴ്സ് ഓൺ 10/10/2018 ഫോർ 20 lakhs. 20 ലക്ഷത്തിന് മിസ്റ്റർ എ ഒരു ഡിബഞ്ചർ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷെയർസ് ആക്കി കൺവേർട്ട് ആയി. നമ്മൾ പറയുന്നത് ഡിബഞ്ചർ ഷെയർ ആക്കി കൺവേർട്ട് ചെയ്യുന്ന എന്തല്ല, ട്രാൻസ്ഫർ അല്ല, അസറ്റിൽ വരും, ക്യാപിറ്റൽ ഗെയിനിൽ വരില്ല, ക്യാപിറ്റൽ ഗെയിനിൽ വരില്ല. 1/7/2025 എന്ത് ഷെയർ ആക്കി കൺവേർട്ട് ചെയ്തത്. എന്നിട്ട് ആ ഷെയർ എന്ത് ചെയ്തു? 30/4/2026 വിറ്റു. അപ്പൊ ഇതിന്റെ പീരീഡ് ഓഫ് ഹോൾഡിംഗ് ഇവിടെ നിന്നാണോ നോക്കുക അതോ ഇവിടെ നിന്നാണോ നോക്കുക? ഇവിടെ 10/10/2018 ടു 30/4/2026 പീരീഡ് ഓഫ് ഹോൾഡിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അത് ട്രാൻസ്ഫർ അല്ലാത്ത സാഹചര്യത്തിലാണ് നിങ്ങളെ കൺവേർഷൻ ഉണ്ടെങ്കിൽ പ്രീവിയസ് അസറ്റിന്റെ ഹോൾഡിംഗ് അല്ലെങ്കിൽ പ്രീവിയസ് അസറ്റിന്റെ ഹോൾഡിംഗ് എടുക്കുന്നത്, അല്ലെങ്കിൽ പ്രീവിയസ് ഓണറുടെ ഹോൾഡിംഗ് അവിടെ തൊട്ടാണോ തുടങ്ങിയത് അവിടെ തൊട്ട് തന്നെ കൺസിഡർ ചെയ്യപ്പെടും എന്നുള്ള കാര്യം. ആൻഡ് ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇനിയിപ്പോ ബാക്കിൽ എത്ര ഇമ്പോർട്ടൻറ്റ്, അസറ്റ് ഡിസ്ട്രോയ് ചെയ്യുന്ന കേസ് ആണെങ്കിൽ ഡേറ്റ് ഓഫ് പർച്ചേസ് ടു ഡേറ്റ് ഓഫ് ഡിസ്ട്രക്ഷൻ. കൺവേർഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ് സ്റ്റോക്ക് ആണെങ്കിൽ പർച്ചേസ് ടു കൺവേർഷൻ. കമ്പൽസറി അക്വസിഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിൽ ഡേറ്റ് ഓഫ് പർച്ചേസ് ടു കമ്പൽസറി അക്വസിഷൻ. ഷെയറിംഗ് കമ്പനി ലിക്വിഡേഷൻ ആണെങ്കിൽ ഷെയർ ഓഫ് പർച്ചേസ് ഓഫ് ഷെയർ അപ് ടു ലിക്വിഡേഷൻ. സിമ്പിൾ, കുഴപ്പമില്ല. ഓക്കെ, ഇനി എങ്ങനെയാണ് ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ദിസ് ഫോർമാറ്റ് എങ്ങനെയാണ്? ഇപ്പം ഷോർട്ട് ടേം ആണെങ്കിലും ലോങ് ടേം ആണെങ്കിലും സെയിം ഫോർമാറ്റ് ആണ്. അതായത് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ, അതായത് സെയിലിൽ നിന്ന് കിട്ടുന്ന പൈസ, സെയിൽ കൺസിഡറേഷൻ നമ്മൾ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്നാട്ടാ പറയാം. സെയിൽ അതായത് റിസീറ്റ്സ്. ട്രാൻസ്ഫർ റിലേറ്റഡ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ മൈനസ് ചെയ്യാം. ട്രാൻസ്ഫർ എക്സ്പെൻസ് എന്താണെന്ന് നമുക്ക് നോക്കണം. അതാണ് നെറ്റ് സെയിൽ കൺസിഡറേഷൻ. അതിൽ നിന്ന് അക്വിസിഷൻ കോസ്റ്റ്, അതായത് പർച്ചേസ് കോസ്റ്റ് മൈനസ് ചെയ്യാം. വല്ല ഇംപ്രൂവ്മെന്റ് നടത്തിക്കണമെങ്കിൽ ആ ഇംപ്രൂവ്മെന്റ് കോസ്റ്റ് മൈനസ് ചെയ്യാം. അപ്പൊ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്താ, ഇംപ്രൂവ്മെന്റ് എന്താ നമുക്ക് നോക്കാനും. കിട്ടുന്നത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഓർ ലോസ് ആയിരിക്കാം. സെയിം ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനും അതുപോലെ തന്നെ കിട്ടുന്നത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഓർ ലോസ് ആയിരിക്കാം. ഓക്കെ, ഇനി ഓൾവേസ് ചില അസറ്റ്സ് ഷോർട്ട് ടേം ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ക്യാപിറ്റൽ ഗെയിൻ വിൽ ബി ഓൾവേസ് ട്രീറ്റഡ് ഷോർട്ട് ടേം റെസ്പെക്റ്റീവ് ഓഫ് പീരീഡ് ഓഫ് ഹോൾഡിംഗ്. പീരീഡ് ഓഫ് ഹോൾഡിംഗ് നോക്കേണ്ട ആവശ്യമില്ല. രണ്ടെണ്ണം, മാർക്കറ്റ് ലിങ്ക്ഡ് ഡിബഞ്ചേഴ്സും സ്പെസിഫൈഡ് മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്സും അൺലിസ്റ്റഡ് ബോണ്ട്സ് ഓൺ ഡിബഞ്ചേഴ്സ് അണ്ടർ സെക്ഷൻ 50A ഡിപ്രീഷിയബിൾ അസറ്റ്സ്. ഡിപ്രീഷിയബിൾ അസറ്റ്സും വിൽ ബി ഓൾവേസ് ട്രീറ്റഡ് ആസ് ഷോർട്ട് ടേം റെസ്പെക്റ്റീവ്, ലോങ് ടേം ആയിട്ട് ട്രീറ്റ് ചെയ്യും. നമ്മുടെ ബിസിനസ്സിൽ അസറ്റ്സ് ഇല്ല അത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ ഓരോ ടേംസ് എന്താണെന്ന് നോക്കണം. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എമൗണ്ട് റിസീവ്ഡ് ഓർ അക്വയറിംഗ് ബൈ ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ. അതായത് സാധാ സെയിൽ പ്രൈസ് ആണ്, വിറ്റ വില. ഫുൾ വാല്യൂ FPOC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിറ്റ വില, സെയിൽ കൺസിഡറേഷൻ, വിറ്റ വില എത്രയാണോ അത്. ഇനി അതിലൊരു കോംപ്ലിക്കേഷൻ ഉണ്ട്, പറഞ്ഞുതരാം. ലാൻഡ് ആൻഡ് ബിൽഡിംഗിന്റെ കേസിലാണ് ആ പ്രശ്നം. ആൻഡ് ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. സെക്ഷൻ 15C ഇസ് ഇമ്പോർട്ടന്റ്. ലാൻഡ് ആൻഡ് ബിൽഡിംഗിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇതും കൂടി നോക്കണം. സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ കൂടി തരുമ്പോൾ ലാൻഡ് ആൻഡ് ബിൽഡിംഗിന് സാധാരണ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഉണ്ട്, HDV, സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ. അപ്പം ക്വസ്റ്റ്യൻ തരുമ്പോൾ ചിലപ്പം സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂവും തരും, സെയിൽ പ്രൈസും തരും. ഓക്കെ, ചിലപ്പോൾ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ കൂടുതലായിരിക്കും, ഹയർ ആയിരിക്കും സെയിൽ പ്രൈസിനെക്കാളും. അപ്പോൾ അവിടെ ഫെയർ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ആയിട്ട് കണ്ടെത്തേണ്ടത് ഹയർ. സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ സെയിൽ പ്രൈസ് ആയിരിക്കണം. എന്താണെന്ന് അറിയോ? എടാ, സാധാരണ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു ആ അസറ്റിന്റെ അവിടെ നാട്ടിലുള്ള ഒരു വിലയാണ്. ഒക്കെ ഒരു ഫെയർ വാല്യൂ പോലെ. അതിനേക്കാളും കുറച്ചിട്ട് ഒരാൾ വിൽക്കില്ല സാധാരണ, മനസ്സിലായോ? അപ്പൊ അതിനെക്കാളും കുറച്ച് വിൽക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്തോ, സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂവിനെ എന്തൊക്കെ എടുത്തോ, ഫെയർ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ആയിട്ട്. എന്തോ കള്ളത്തരണ്ട് മേ ബി, അതുകൊണ്ടായിരിക്കാം. സെയിൽ പ്രൈസ് സാധാരണ അതിനെക്കാളും താഴെ വരില്ല. സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂവിനെക്കാളും താഴെ സെയിൽ പ്രൈസ് സാധാരണ വരില്ല. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എന്തായാലും കൺസിഡർ ചെയ്യണം.
ഫെയർ വാല്യൂ ആയിട്ട് ഫെയർ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ആയിട്ട് നമ്മൾ സെയിൽ കൺസിഡറേഷൻ ആയിട്ട് എടുക്കണം. ഓക്കെ, അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇനി അതിലൊരു എക്സംഷൻ കൊടുത്തിട്ട് പറഞ്ഞു ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ഈ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഈസ് അപ് ടു 110%, 110% വരെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ, അതായത് സെയിൽ പ്രൈസിനെക്കാളും സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ 110% ഉള്ളിലേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, സെയിൽ പ്രൈസിന് എടുത്താൽ മതി, സെയിൽ കൺസിഡറേഷൻ ആയിട്ട് സെയിൽ പ്രൈസിന് എടുത്താൽ മതി. അപ്പൊ നമ്മൾ നോക്കേണ്ട എന്താ, ക്വസ്റ്റ്യനില് സെയിൽ പ്രൈസും തരും സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ തരും. ഓക്കെ, ഇതില് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ആണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ കമ്പയർ ചെയ്യുക സെയിൽ പ്രൈസിനെക്കാളും 110% ആണോ കൂടുതൽ എന്ന് കമ്പയർ ചെയ്യുക. ഓക്കെ, സെയിൽ പ്രൈസിനെക്കാളും 110%-നേക്കാളും വരുന്നുണ്ട് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഫെയർ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ആയിട്ട് എടുക്കുക. ഇനി 110%-ന്റെ ഉള്ളിലേ ഉള്ളൂ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂവിന്റെ ആ ഒരു കൂടുതൽ എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തെടുക്കുക, സെയിൽ പ്രൈസിന് എന്തായിട്ട് എടുക്കുക, ഫെയർ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ആയിട്ട് എടുക്കുക. ഇനി സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ കുറവും സെയിൽ പ്രൈസ് ആണ് കൂടുതലെന്നുണ്ടെങ്കിൽ കമ്പാരിസൺ ഒന്നും വേണ്ട, ജസ്റ്റ് ടേക്ക് സെയിൽ പ്രൈസ്, അത്രയേ ഉള്ളൂ. ഓക്കെ, സാധാരണ സെയിൽ പ്രൈസും സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂം കമ്പയർ ചെയ്യുമ്പോൾ ഹയർ ആണ് നമ്മൾ എടുക്കുക, ഹയർ ആണ് ഫെയർ വാല്യൂ കൺസിഡറേഷൻ ആയിട്ട് എടുക്കുക. ബട്ട് അത് 110%-ന്റെ അത്രയേ ഉള്ളൂ, അതായത് സെയിൽ പ്രൈസിനെക്കാളും 110% ഉള്ളിലേ ഉള്ളൂ ഈ പറഞ്ഞ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണ്ട, സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എടുക്കണ്ട, അത് നോർമല, കുഴപ്പമില്ല എന്നാ പറയുന്നത്, നോർമല. എന്ത് ചെയ്താൽ മതി, സെയിൽ പ്രൈസ് മാത്രം എടുത്താൽ മതി എന്നാ പറയുന്നത്, സെയിൽ പ്രൈസ് ഡയറക്റ്റ്ലി എടുത്തോളാം മതി. ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നുണ്ട്, സെയിൽ പ്രൈസ് 1,00,000, സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ 1,08,000 ആണ്. ഇവിടെ നമ്മൾ ഏതാ എടുക്കുക, ഇവിടെ സെയിൽ പ്രൈസ് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ കൂടുതൽ, ബട്ട് 110% ഉള്ളിലല്ലേ ഉള്ളൂ, അപ്പൊ അതുകൊണ്ട് ഏതെടുക്കും, സെയിൽ പ്രൈസ് ആയിട്ട് 1,00,000 എടുക്കും. സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എടുക്കണം, ഹയർ ആണെങ്കിലും എടുക്കണം, കാരണം 110% ബിലോ ആണ്. കേസ് 2 നോക്കിക്കേ, 1,00,000 സെയിൽ പ്രൈസ്, 1,12,000 സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ, ഇറ്റ് ഈസ് 110%-കാട്ടി കൂടുതൽ. അതായത് 1,00,000-ത്തിന്റെ 110% എന്ന് പറയുമ്പോൾ 1,10,000 അല്ലേ, 1,10,000 വരെ പോകാം. ഇവിടെ 1,12,000 ഇല്ലേ, സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ആണ് കൂടുതൽ, സോ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എടുക്കും. കേസ് 3 കറക്റ്റ് 1,10,000 ആണ്, 1,10,000 വരെ കുഴപ്പമില്ല, അപ് ടു 110%, 110% വരെ കുഴപ്പമില്ല, അതിന്റെ മേലെ പോകുമ്പോഴാണ് പ്രശ്നം. 110% കറക്റ്റ് അല്ലേ, പ്രശ്നമില്ല, ഏതാണ് എടുത്തോ, സെയിൽ പ്രൈസിന് എടുത്തോ. ആൻഡ് ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടന്റ്, ഞാൻ മാർക്ക് ചെയ്തു. കാരണം ഈ സെക്ഷൻ 50 ഇത് ക്വസ്റ്റ്യനിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂയും ഈ പറഞ്ഞ അതേപോലെ സെയിൽ പ്രൈസും തരുമ്പോൾ കമ്പയർ ചെയ്യേണ്ടി വരും നമ്മൾ. ഓക്കെ, കമ്പയർ ചെയ്ത് എടുക്കണം, അല്ലെങ്കിൽ മൊത്തം തെറ്റും, അടപടലും തെറ്റൂലേ, കമ്പയർ ചെയ്തിട്ട് വേണം എടുക്കാൻ. ഓക്കെ, ഇപ്പൊ മറക്കണ്ട. നെക്സ്റ്റ് അടുത്തൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഇഫ് ഡേറ്റ് ഓഫ് എഗ്രിമെന്റ് ആൻഡ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഈസ് നോട്ട് സെയിം, അതായത് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എടുക്കുമ്പോൾ പ്രശ്നമായി. അതായത് ഏത് ഡേറ്റിലെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ മാറിക്കൊണ്ടിരിക്കും ചിലപ്പോൾ. അപ്പൊ ഏത് ഡേറ്റിലെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എടുക്കണം, എഗ്രിമെന്റിന്റെ, അതായത് നമ്മൾ ഭൂമി വിൽക്കുന്ന എഗ്രിമെന്റിലെ ഡേറ്റിൽ അന്നത്തെ എടുക്കണം, അല്ലെങ്കിൽ അപ്പൊ നമ്മൾ മുമ്പേ എഗ്രിമെന്റ് ചെയ്തല്ലോ, അതായത് അഡ്വാൻസ് കൊടുക്കുന്ന ആ സമയം, അതല്ലാന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ സമയത്തുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ആണ് എടുക്കേണ്ടതെന്നാണ് ചോദ്യം. ഇവിടെ പറയാണ് ഈ പാർട്ട് ഓർ ഹോൾ കൺസിഡറേഷനോ ഈസ് റിസീവ്ഡ് ബൈ അക്കൗണ്ട് പേ ചെക്ക്, DD, ECS ഇലക്ട്രോണിക് ട്രാൻസ്ഫർ ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓൺ ഓർ ബിഫോർ ഡേറ്റ് ഓഫ് എഗ്രിമെന്റ്, എഗ്രിമെന്റ് ഡേറ്റിന്റെ മുന്നേ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ട്, അഡ്വാൻസ് ഇത് ക്യാഷ് ആയിട്ടില്ല, പ്രത്യേകം പറയുന്നുണ്ട്, അക്കൗണ്ട് പേ ചെക്ക് ആയിട്ടോ DD ആയിട്ടോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മോഡിലോ പൈസ കിട്ടിയിട്ടുണ്ട്, പാർട്ട് പൈസയോ അല്ലെങ്കിൽ പാർട്ട് കൺസിഡറേഷൻ അല്ലെങ്കിൽ ഫുൾ ആയിട്ട് തന്നെ പൈസ കിട്ടിയിട്ടുണ്ട്, എഗ്രിമെന്റ് ഡേറ്റിന് മുന്നേ തന്നെ കിട്ടിയിട്ടുണ്ടെങ്കിൽ SDV ഏത് എടുത്താൽ മതി, ഏത് ഡേറ്റിൽ എടുത്താൽ മതി, എഗ്രിമെന്റ് ഡേറ്റിൽ എടുത്താൽ മതി. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ഡേറ്റിൽ SDV ആണ് എടുക്കുക. അപ്പൊ അത് നോക്കണം എക്സാമിന്, പൈസ വല്ലതും കിട്ടിയിട്ടുണ്ടോ മുന്നേ. അപ്പൊ 2 സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ തരും, ക്വസ്റ്റ്യൻ അങ്ങനെ തരും, കൺഫ്യൂസ് ചെയ്യാൻ. 2 സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ തരും, ഡേറ്റ് ഓഫ് എഗ്രിമെന്റിലെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ തരും, ഡേറ്റ് ഓഫ് രജിസ്ട്രേഷനിലെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ തരും. എന്നിട്ട് താഴെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, എഗ്രിമെന്റിന്റെ മുന്നേ തന്നെ ചെറിയൊരു പൈസ DD ആയിട്ട് അല്ലെങ്കിൽ ബാങ്ക് കൂടെ അയച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നമ്മളവിടെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഏത് ഡേറ്റിലാണ് എടുക്കണ്ടേ, ഡേറ്റ് ഓഫ് എഗ്രിമെന്റിൽ എടുക്കണ്ടേ. അല്ലെങ്കിൽ രണ്ടും തരും, രണ്ടും തന്നിട്ട് പറയും എന്ത് ചെയ്തിട്ടില്ല, പൈസ ഒന്നും കൊടുത്തിട്ടില്ല, കൺസിഡറേഷൻ ഒന്നും കൊടുത്തിട്ടില്ല, എഗ്രിമെന്റിന്റെ മുന്നേ ഒന്നും കൊടുത്തിട്ടില്ല എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഏത് ഡേറ്റിലെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എടുക്കണ്ടേ, രജിസ്ട്രേഷൻ ഡേറ്റിലെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എടുക്കണ്ടേ. അത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പണിയിട്ടു. കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ രണ്ട് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ അതും കൂടി മൈൻഡിൽ വരണം എന്ന് പറയാൻ, മാർക്കറ്റ് ദിസ് ഈസ് ഓൾസോ ഇമ്പോർട്ടന്റ് എന്ന് പറയാം. ഓക്കെ, അടുത്തൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഞാൻ സമ്മതിക്കുന്നില്ല, അതായത് സ്റ്റാമ്പ് ഡ്യൂട്ടി ഇസ് നോട്ട് ഫെയർ, ഞാൻ പറയാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ കറക്റ്റ് അല്ല, നിങ്ങൾക്ക് അതൊന്നും കൂടി നോക്കണം എന്ന് പറയണം. അപ്പൊ ഈ ഫസ്റ്റ് ഈസ് നോട്ട് എഗ്രി വിത്ത് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ, സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ നമുക്ക് എഗ്രി ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ഡിസ്പ്യൂട്ട് ചെയ്യും. ബട്ട് നോട്ട് ഡിസ്പ്യൂട്ടഡ് ദാറ്റ് STV ഇൻ കോർട്ട്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡിസ്പ്യൂട്ട് ചെയ്യില്ലെങ്കിൽ നമ്മൾ എന്താ പറയാ, വാല്യൂഷൻ ഓഫീസർ എടുത്താൽ പോകാം, അസസിംഗ് ഓഫീസർ എടുത്ത് പോകാം. അസസിംഗ് ഓഫീസർ ആർക്ക് റെഫർ ചെയ്യും, വാല്യൂഷൻ ഓഫീസർക്ക് കേസ് റെഫർ ചെയ്യും. ഓക്കെ, ഇനി അസസിംഗ് ഓഫീസർ വാല്യൂഷൻ ഓഫീസർ, അപ്പൊ വാല്യൂഷൻ ഓഫീസർ എന്ത് ചെയ്യും, വാല്യൂ ചെയ്യും, പുതിയ വാല്യൂ ചെയ്യും.
വാല്യൂ ചെയ്യുമ്പോൾ വാല്യൂ മാറി. അസസിംഗ് ഓഫീസർ തന്ന അല്ലെങ്കിൽ സോറി വാല്യൂഷൻ ഓഫീസർ മെൻഷൻ ചെയ്യുന്ന വാല്യൂസ് ഡിഫറെന്റ് ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ താഴെ പറയാണ് ഇഫ് അങ്ങനെയാണെങ്കിൽ FUC ആഫ്റ്റർ വാല്യൂ ഡിറ്റർമിനിങ് വാല്യൂഷൻ ഓഫീസർ വാല്യൂ ചെയ്തതിനു ശേഷം വാല്യൂ ചെയ്ത എമൗണ്ട് ഇസ് ഗ്രേറ്റർ ദാൻ SDV. വാല്യൂ ചെയ്ത എമൗണ്ടിനെക്കാട്ടും കൂടുതലാണ് SDV. അപ്പൊ ഏതാ എടുക്കണ്ടേ? SDV എടുത്താൽ മതി. അപ്പൊ വാല്യൂ ചെയ്തപ്പോൾ കൂടിപ്പോയി. ഇപ്പൊ 1,20,000 ആയിരുന്നു സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ. ബട്ട് ഞാൻ പറഞ്ഞത് ശരിയല്ല, തെറ്റാണ്, വാല്യൂ ചെയ്യണം, അഗൈൻ വാല്യൂ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ വാല്യൂ ചെയ്തപ്പോൾ 1,40,000 അത് പിന്നെ കൂടിയില്ലേ? അപ്പൊ ആക്ച്വലി ആ കൂടി എടുക്കേണ്ട ഒരു സാധനം ചെയ്തോ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എടുത്തോണ്ട് പറയും. കുറഞ്ഞു പോയി. വാല്യൂഷൻ എമൗണ്ട് ലെസ് ദാൻ SDV ആണെങ്കിൽ നമ്മളെ SDV എല്ലാം കമ്പയർ ചെയ്യാം, വാല്യൂഷൻ എമൗണ്ടും സെയിൽ പ്രൈസ് ആണ് കമ്പയർ ചെയ്യാം. അതായത് ഈ കമ്പാരിസൺ എന്ത് മാറും? സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ നമ്മൾ എടുക്കൂല, പകൽ എന്തെടുക്കും? ഈ വാല്യൂ ചെയ്ത പുതിയ വാല്യൂഷൻ എമൗണ്ട് എടുക്കും. ഓക്കെ, അതാണ് ഡിഫറൻസ്. ഓക്കെ, അപ്പൊ ഈ അങ്ങനെ നമുക്കൊരു ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പോകാം. ഓക്കെ, ആ എക്സാമ്പിൾ പറയുന്നുണ്ട്. സെയിൽ പ്രൈസ് 50 lakh ആണ്, SDV 80 lakh ആണ്. അപ്പൊ ഞാൻ പറയാണ് SDV 80 lakh ചാൻസ് ഇല്ല, ഡിസ്പ്യൂട്ട് ചെയ്ത് ഞാൻ വാല്യൂഷൻ ഓഫീസർ കൊണ്ട് വാല്യൂ ചെയ്യിപ്പിച്ചു. വാല്യൂ ചെയ്തത് 85 lakh കിട്ടി. അങ്ങനെയാണെങ്കിൽ SDV പിന്നെ ഏതാണ് എടുത്താൽ മതി? 85 എടുക്കണ്ട, 80 എടുത്താൽ മതി. 80 വിൽ ബി കമ്പയർഡ് വിത്ത് 50. ഓക്കെ, അപ്പൊ നമ്മൾ ഏതാ എടുക്കുക? സെയിൽ പ്രൈസ് ആയിട്ട് 80 എടുക്കുക. ഓക്കെ, നെക്സ്റ്റ് വാല്യൂ ചെയ്തപ്പോൾ 60 കിട്ടിയത്. 60 യഥാർത്ഥത്തിൽ 80 ഇപ്പൊ കുറഞ്ഞു പോയപ്പോൾ നമുക്ക് ഇത് എടുക്കാം. ഇതും പിന്നെ ഇതും കമ്പയർ ചെയ്താം സെയിൽ പ്രൈസ്. ഓക്കെ, അപ്പൊ കമ്പയർ ചെയ്യുമ്പോൾ ഹയർ ഏതാ? 60 ആണ് കമ്പയർ. 110% വില പോയിട്ടില്ല. നെക്സ്റ്റ് വാല്യൂ ചെയ്യുമ്പോൾ 48 കിട്ടി, അപ്പോഴും കുറവാണ്. അപ്പൊ ഇതും സെയിൽ പ്രൈസും കൂടി കമ്പയർ ചെയ്യാം. ഓക്കെ, കമ്പയർ ചെയ്യുമ്പോൾ 110% ഉള്ളിലാണ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? 50 lakh തന്നെ സോറി ഹയർ സെയിൽ പ്രൈസ് വരുന്നത്. അപ്പൊ നമ്മൾ സെയിൽ പ്രൈസ് കൺസിഡർ ചെയ്യും, ഫെയർ വാല്യൂ കിട്ടും. സോറി, ഫെയർ വാല്യൂ കൺസിഡറേഷൻ കിട്ടും. ഓക്കെ, സോ ഇതാണ് എന്താ പറയാ, ഫെയർ വാല്യൂ അല്ല ഫുൾ വാല്യൂ കിട്ടാൻ. നമുക്ക് ഫെയർ വാല്യൂ മെൻഷൻ ചെയ്യുന്നത് ഫുൾ വാല്യൂ. ഓക്കെ, സോ ആ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണേ. ഞാൻ അഗൈൻ പറയുകയാണ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ വാല്യൂഷൻ ഓഫീസറിന്റെ കേസ് വാല്യൂ ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് അല്ലെങ്കിലും ഈ പറഞ്ഞ 110% കേസ് ദിസ് തിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ അഗൈൻ റിപ്പീറ്റ് ചെയ്യുന്നു. ആൻഡ് ദിസ് ഡേറ്റ് ഓഫ് എഗ്രിമെന്റിന്റെ കാര്യം ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നു. ഓക്കെ, ഗോയിങ് ഫോർവേഡ്. അടുത്ത പ്രശ്നം, സെയിൽ കൺസിഡറേഷൻ ഓഫ് അൺലിസ്റ്റഡ് ഷെയർ. ലിസ്റ്റ് ചെയ്യാത്ത ഷെയർസ് ഉണ്ടാവില്ലേ കമ്പനിയിൽ? ലിസ്റ്റഡ് ഷെയർസ് അല്ല, ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാത്ത ഷെയർസിന്റെ ഫുൾ സെയിൽ കൺസിഡറേഷൻ ആയിട്ട് ഏതാ എടുക്കുക? അവിടെ നമ്മൾ രണ്ട് കാര്യം നോക്കാം. ഫെയർ മാർക്കറ്റ് വാല്യൂ എടുക്കുക, സെയിൽ പ്രൈസ് എടുക്കുക, ഹയർ ആണ് കൺസിഡർ ചെയ്യുക. അപ്പൊ ക്വസ്റ്റ്യനിൽ ഫെയർ മാർക്കറ്റ് വാല്യൂ തന്നിട്ടുണ്ടാവും, തരാതെ പറ്റില്ല, നമുക്ക് ഫെയർ മാർക്കറ്റ് വാല്യൂ കാണാൻ പറ്റില്ലല്ലോ. ഫെയർ മാർക്കറ്റ് വാല്യൂ തന്നിട്ടുണ്ടാവും, സെയിൽ പ്രൈസ് തന്നിട്ടുണ്ടാവും, അതിൽ ഹയർ ആണ് കൺസിഡർ ചെയ്യുക ഇൻ കേസ് ഓഫ് അൺലിസ്റ്റഡ് ഷെയർസ്. അതേപോലെ ഈ സെയിൽ കൺസിഡറേഷൻ വെൻ സെയിൽ പ്രൈസ് ഇസ് നോട്ട് അസെപ്റ്റബിൾ, അല്ലെങ്കിൽ സെയിൽ പ്രൈസ് കാണാൻ പറ്റുന്നില്ല, സെയിൽ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വിൽ ഓൾവേസ് ബി ടേക്കൺ ആസ് ഫെയർ മാർക്കറ്റ് വാല്യൂ ഓൺ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ ഡേറ്റിലെ ഫെയർ മാർക്കറ്റ് വാല്യൂ എത്രയാണോ അതൊന്ന് കൺസിഡർ ചെയ്യുക. നോട്ട് മച്ച് ഇമ്പോർട്ടൻറ്റ്. അടുത്ത ട്രാൻസ്ഫർ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നമ്മൾ ട്രാൻസ്ഫർ എക്സ്പെൻസ് നമുക്ക് ഇവിടുന്ന് മൈനസ് ചെയ്യാൻ പറ്റില്ലേ? ട്രാൻസ്ഫർ എക്സ്പെൻസ് മൈനസ് ചെയ്യും. ദെൻ വാട്ട് ഈസ് മീൻ ബൈ ട്രാൻസ്ഫർ എക്സ്പെൻസ് എന്ന് പറയുന്നത്? ട്രാൻസ്ഫർ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പെൻസ് ഇൻകേർഡ് ബൈ അസസി അറ്റ് ദി ടൈം ഓഫ് ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ്. ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടായിരുന്ന എക്സ്പെൻസുകൾ, ബ്രോക്കറേജ്, കമ്മീഷൻ, അതൊക്കെ കുറക്കാം. ഓക്കെ, ബട്ട് കുറക്കാൻ പറ്റാത്ത ഒരു സാധനം ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടന്റ്, നോ ഡിഡക്ഷൻ ഓഫ് സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ്. ഷെയർസുമായി ബന്ധപ്പെട്ട് പേ ചെയ്യുന്ന STT ഉണ്ട്. STT നമുക്ക് ഒരു എക്സ്പെൻസ് ആയിട്ട് ഇവിടെ ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല, ട്രാൻസ്ഫർ എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ FUC എന്താന്ന് പഠിച്ച്, ഫുൾ വാല്യൂ കൺസിഡറേഷൻ എന്താ, വൈലുള്ള സാഹചര്യങ്ങൾ പഠിച്ച്, ട്രാൻസ്ഫർ എക്സ്പെൻസ് എന്താന്ന് നോക്കി. ഇനി നമുക്കുള്ളത് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്താ, കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് എന്താ. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുമ്പോൾ നോർമലി പർച്ചേസ് പ്രൈസ്, നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ കൊടുത്ത പ്രൈസ് ഇല്ല, അതന്നെ പർച്ചേസ് പ്രൈസ്. ബട്ട് അവിടെയും ഷെയർസിന്റെ കേസാണെങ്കിൽ എന്ത് കൂട്ടൂല? എക്സെപ്റ്റ് STT കൂട്ടൂല. ഓക്കെ, പർച്ചേസ് ചെയ്യുമ്പോൾ STT കൊടുക്കേണ്ടി വരും. STT പർച്ചേസ് പ്രൈസിന്റെ കൂടെ കൂട്ടൂല, അല്ലാത്ത നമ്മൾ ഇൻ കേസ് ഓഫ് ഷെയർസ്. ഇനി ചില സ്പെഷ്യൽ കേസിൽ പർച്ചേസ് പ്രൈസ് നമുക്ക് എടുക്കാൻ പറ്റില്ല. എക്സാമ്പിൾ ആയിട്ട് ട്രാൻസ്ഫർ അല്ലാത്ത കേസ് പർച്ചേസ് പ്രൈസ് ആയിട്ട് എന്ത് ചെയ്യും? അതായത് ഗിഫ്റ്റ് പ്രകാരം എന്റെ ഫാദർ എനിക്ക് തന്ന ഭൂമിയായിരുന്നു. ഇറ്റ് ഈസ് നോട്ട് ആക്ച്വലി ട്രാൻസ്ഫർ അല്ലെ, ഫാദർ എനിക്ക് തരുന്ന ട്രാൻസ്ഫർ അല്ല, എനിക്ക് അവിടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇല്ല. അപ്പൊ ആ കേസിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ പർച്ചേസ് പ്രൈസ് ആയിട്ട് എന്തെടുക്കും എന്നാ ചോദിക്കുന്നത്. അപ്പൊ പറയാണ് പ്രീവിയസ് ഓണറുടെ പർച്ചേസ് പ്രൈസ് ആണ് കൺസിഡർ ചെയ്യുക. പ്രീവിയസ് ഓണറുടെ പർച്ചേസ് പ്രൈസ് ഓഫ് പ്രീവിയസ് ഓണർ. അപ്പൊ ക്വസ്റ്റ്യനിൽ എന്ത് തരും? പ്രീവിയസ് ഓണറുടെ പർച്ചേസ് പ്രൈസ് ക്വസ്റ്റ്യനിൽ തരും, എടുത്താൽ മതി. ട്രാൻസ്ഫർ അല്ലാത്ത കേസിലാണ് അസറ്റ് നമുക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ അപ്പൊ അങ്ങനത്തെ കേസിൽ പ്രീവിയസ് ഓണറുടെ പ്രൈസ്, ഇനിയിപ്പം അസറ്റ് കൺവേർഷൻ ഓഫ് ഡിബെഞ്ചർ ഇൻടു ഷെയർസ് ഒക്കെ ഇല്ല, അപ്പൊ പ്രീവിയസ് അസറ്റിന്റെ എത്ര രൂപക്കാണോ പർച്ചേസ് ചെയ്തിരുന്നത് അതാണ് നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? പർച്ചേസ് പ്രൈസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. പ്രീവിയസ് ഓണർ, അപ്പൊ ഹോൾഡിംഗ് പീരീഡും സെയിം പ്രീവിയസ് ഓണറിന്റെ അടുത്ത് സെയിം പർച്ചേസ് പ്രൈസും പ്രീവിയസ് ഓണറിലാണ് എടുക്കുക. ഓക്കെ, ഇനി ഗുഡ് വിൽ, ബിസിനസിന്റെ ഗുഡ് വിൽ, ബ്രാൻഡ് നെയിം, ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ഐറ്റംസ്, ട്രേഡ് മാർക്ക്, ഗുഡ് വിൽ,
അതേപോലെ എന്താ പറയുക, റൈറ്റ് ടു മാനുഫാക്ചർ ഓർ സംതിങ് ഇനി ആർട്ടിക്കിൾ, അതിന്റെ റൈറ്റ്സ് എടുക്കുന്നത് സ്റ്റേജ് പെർമിറ്റ്, എന്താ ലൂം ഹവേഴ്സ് പറയുന്നത് ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ്. ഒരു ഇൻടാഞ്ചിബിൾ അസറ്റിന്റെ കേസിൽ പർച്ചേസ് പ്രൈസ് ആയിട്ട് സെൽഫ് ജനറേറ്റഡ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി നിൽ, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ 0 ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. സെൽഫ് ജനറേറ്റഡ് ഗുഡ് വിൽ, സെൽഫ് ജനറേറ്റഡ് ട്രേഡ് മാർക്ക് ആണെങ്കിൽ, ഈ പർച്ചേസ് ചെയ്തിട്ടുള്ള ട്രേഡ് മാർക്ക് അല്ലെങ്കിൽ ഗുഡ് വിൽ ആണെങ്കിൽ പർച്ചേസ് പ്രൈസ് തന്നെ നമുക്ക് എന്തായിട്ട് എടുക്കാം, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് എടുക്കാം. ഇനി ബോണസ് ഷെയർസിന്റെ കാര്യം, ഇത് പല ആൾക്കാർക്ക് ഡൗട്ട് ഉള്ള ഒരു കാര്യമാണ്. ബോണസ് ഷെയർസ് എന്ന് പറയുമ്പോൾ നമുക്ക് അഡീഷണലി കമ്പനി തരുന്നതാണ്, നമ്മൾ വിത്തൗട്ട് കോസ്റ്റ് ഉണ്ട്. ആക്ച്വലി ബോണസ് ഷെയർസിന് ഇല്ല, എക്സ്ട്രാ കോസ്റ്റ് ഇല്ലാതെ കിട്ടുന്നതാണ് ബോണസ് ഷെയർസ്. അപ്പൊ ആക്ച്വലി സ്പീക്കിംഗ് ബോണസ് ഷെയർസിന് എന്തില്ല, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇല്ലാണ്. ബട്ട് ഒരു കണ്ടീഷൻ ഉണ്ട്, ഇഫ് അലോട്ടഡ് ബിഫോർ 1/4/2001, 2/4/2001 മുമ്പ് അലോട്ട് ചെയ്ത ബോണസ് ഷെയർസ് ആണെങ്കിൽ 1/4/2021 ഫെയർ മാർക്കറ്റ് വാല്യൂ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് എടുക്കണം. അപ്പൊ ക്വസ്റ്റ്യനിൽ തരുമ്പോൾ ബോണസ് ഷെയർസ് അലോട്ടഡ് ഓൺ 1999 എന്ന് പറഞ്ഞ് തരികയാണെങ്കിൽ ആ ബോണസ് ഷെയർസിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നമുക്ക് എന്തായിട്ട് എടുക്കണം, ആ 1/4/2021, 1999 2021 ഫെയർ മാർക്കറ്റ് വാല്യൂ എത്രയാണോ അത് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് എടുക്കണം. ഇനി അലോട്ടഡ് ഓണർ ആഫ്റ്റർ 1/4/2021 ആണെങ്കിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ വിൽ ബി നിൽ. ഓക്കെ, അപ്പൊ ഇപ്പൊ ഒരു ബോണസ് ഷെയർ 2025 ഒരു ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് വിറ്റു എന്ന് പറയുമ്പോൾ അപ്പൊ വിൽക്കുമ്പോൾ സെയിൽ പ്രൈസ് എത്രയെന്നുള്ളത് കിട്ടും, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്തായിരിക്കും, 0 ആയിരിക്കും. ഇനി ബോണസ് ഷെയർസിന് ഒരു കാര്യം കൂടി ഉണ്ട്, 112A അപ്ലൈ ആണ്. 112A എന്ന് പറയുമ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ വരുന്ന കേസ് ആണെങ്കിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് ബോണസ് ഷെയർസ് ഇഫ് അലോട്ടഡ് ബിഫോർ 31/3/2018 ഈസ് FMV 31/1/2018. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോണസ് ഷെയർ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ നാച്ചുറൽ വരുന്നത്, അതായത് ലോങ് ടേം ഹോൾഡിംഗ് ഉള്ളതാണെങ്കിൽ, ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആയി 112A അപ്ലൈ ചെയ്യുന്ന കേസ് ആണെങ്കിൽ ബോണസ് ഷെയർസിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുക സ്റ്റിൽ നിൽ തന്നെയാണ്. ബട്ട് ഫെയർ മാർക്കറ്റ് വാല്യൂ കൺസിഡർ ചെയ്യും ഇഫ് ഇറ്റ് ഈസ് നമുക്ക് കിട്ടിയത് അലോട്ട് ചെയ്തത് 31/1/2018 മുന്നേ ആണെങ്കിൽ. അപ്പൊ 31/1/2018 മുന്നേ കിട്ടിയ ബോണസ് ഷെയർസ് ആൻഡ് ഇഫ് ഇറ്റ് ഈസ് എ ലോങ് ടേം അസറ്റ് ആണെങ്കിൽ അതിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ വിൽ ബി ട്രീറ്റഡ് ആസ് 31/1/2018 ഫെയർ മാർക്കറ്റ് വാല്യൂ എത്രയാണോ അതാണ് അതിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഓക്കെ, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബോണസ് ഷെയർസ് ഒക്കെ ആണെങ്കിൽ ഇപ്പൊ ആ വർഷം തന്നെ കിട്ടിയ ബോണസ് ഷെയർസ് അപ്പൊ തന്നെ വിറ്റു എന്നൊക്കെ ആണെങ്കിൽ ഒക്കെ ഷോർട്ട് ടേം ആണ്, അപ്പോൾ ഇതിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ വിൽ ബി നിൽ, 0. അടുത്തത് സെർട്ടിക്വിറ്റി ഷെയർസ്, ഈ എംപ്ലോയീസിന് കൊടുക്കുന്ന ESOP ഒക്കെ അല്ലേ, അപ്പൊ അതിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഏതാ എടുക്കുക, ഫെയർ മാർക്കറ്റ് വാല്യൂ ഓൺ ഡേറ്റ് ഓഫ് ഓപ്ഷൻ എക്സൈസ്. ഓപ്ഷൻ എക്സൈസ് ചെയ്യുമ്പോൾ നമ്മൾ ESOP എക്സൈസ് ചെയ്യുന്ന ഡേറ്റിലെ ഫെയർ മാർക്കറ്റ് വാല്യൂ എത്രയാണോ അതാണ് അതിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. റൈറ്റ് ഷെയർസ് ആൻഡ് ഡിപ്രീഷ്യബിൾ അസറ്റ്, ദെൻ 1/4/2001 മുമ്പ് ഇഷ്യൂ ചെയ്ത അസറ്റിന്റെ കേസ്. ഇപ്പൊ കുറച്ചും കൂടി കേസസ് നമുക്ക് പറയാനുണ്ട്. ദെൻ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ്. ഓക്കെ, നോക്കാം ലാസ്റ്റ് കേസ്. 1 സെക്കൻഡ്. ഓക്കെ, അപ്പം റൈറ്റ് ഷെയർസിന്റെ കേസ്, സെർട്ടിക്വിറ്റി ഷെയർസ് പോലെ തന്നെ റൈറ്റ് ഷെയർസിന്റെ കേസിൽ ഇവിടെ സെർട്ടിക്വിറ്റി ഷെയർസിൽ നമ്മൾ ഫെയർ മാർക്കറ്റ് വാല്യൂ എടുത്ത്, റൈറ്റ് ഷെയർസിന്റെ കേസിൽ പർച്ചേസ് പ്രൈസ്, റൈറ്റ് ഷെയർസ് കിട്ടുമ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത്, പർച്ചേസ് ചെയ്യുമ്പോൾ സാധാരണ പർച്ചേസ് ചെയ്യുന്ന എത്ര രൂപക്കാണ് പർച്ചേസ് ചെയ്താൽ ദാറ്റ് വിൽ ബി കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ബട്ട് റൈറ്റ് ഷെയർസിന്റെ കേസിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് സോൾവ് ചെയ്യാം അല്ലെങ്കിൽ റിനൗൺസ് ചെയ്യാം. ഈ റൈറ്റ് എൻറ്റൈറ്റിൽമെന്റ് എനിക്ക് വേറെ ആൾക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാം. ആ കേസിൽ ഇഫ് റൈറ്റ് ഓഫ് സോൾഡ് ഓർ ട്രാൻസ്ഫർ ടു അനദർ പേഴ്സൺ, ആ കേസിൽ റിനൗൺസ്മെന്റ് പ്രൈസ് ഞാനത് എത്ര രൂപക്കാണോ അത് വിറ്റേ, അപ്പൊ അതിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇല്ലായിട്ട് എടുക്കുക. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആ റൈറ്റ് നമ്മൾ വിൽക്കല്ലേ ചെയ്തത്, അപ്പൊ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇല്ല. ബട്ട് അവിടെ ഒരു ക്യാപിറ്റൽ ഗെയിൻ വരും, കാരണം വെച്ചാൽ റിനൗൺസ്മെന്റ് പ്രൈസ് ഇല്ലേ, നമ്മളിത് റൈറ്റ് ഹോൾഡ് നമുക്ക് കിട്ടിയ റൈറ്റ് നമ്മൾ വിറ്റില്ലേ, അത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അതിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇല്ലായിരിക്കും അല്ലെ, ആ റിനൗൺസ്മെന്റ് പ്രൈസ് വിൽ ബി ട്രീറ്റഡ് ആസ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ, അതായത് നമ്മൾ റൈറ്റ് നമ്മൾ എൻറ്റൈറ്റിൽഡ് ചെയ്ത റൈറ്റ് നമ്മൾ വിറ്റു, ആൻഡ് ആ വിറ്റത് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യാം. ആൻഡ് അതർ പേഴ്സൺ, ആ കിട്ടിയ ആളില്ലേ, റൈറ്റ്സ് കിട്ടിയ ആളെ സംബന്ധിച്ചിടത്തോളം കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എത്രയും എമൗണ്ട് എത്രയാണോ കമ്പനിക്ക് പേ ചെയ്ത് ഫോർ പർച്ചേസിങ് ദാറ്റ് ഷെയർസ് പ്ലസ് റിനൗൺസ്മെന്റ് പ്രൈസ്, ആ എൻറ്റൈറ്റിൽമെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് അയാൾ കൊടുത്ത പൈസ എത്രയാണോ അത് രണ്ടും കൂടി കൂട്ടിയിട്ട് കയറാം ആ പേഴ്സന്റെ, ആർക്കാണോ റൈറ്റ് കിട്ടിയ ആ പേഴ്സന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ അതായിരിക്കും. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഡിപ്രീഷ്യബിൾ അസറ്റിന്റെ കോസ്റ്റ് ഓഫ് പർച്ചേസ് പ്രൈസ് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം, WD. ആ സമയത്തെ WD എത്രയാണോ അതാണ് മൈനസ്. ഇപ്പം ഞാൻ ബിസിനസ്സിലുള്ള ഒരു ഡിപ്രീഷ്യബിൾ അസറ്റ് 2 ലക്ഷം ആയിരുന്നു അതിന്റെ WD, വിറ്റത് 3 ലക്ഷം. സോ 3 ലക്ഷം മൈനസ് 2 ലക്ഷം, 1 lakh ആണ് ക്യാപിറ്റൽ ഗെയിൻ, ആ രീതിയിൽ. ഓക്കെ, നെക്സ്റ്റ് ചില പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ അസറ്റ് ഈസ് അക്വയർഡ് ബിഫോർ 1/4/2001, 1/4/2001 മുമ്പ് പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു അസറ്റ് ആണ്. അപ്പം ആ കേസിൽ ആ പഴയ പീരീഡത്തെ പർച്ചേസ് പ്രൈസ് കൺസിഡർ ചെയ്യാൻ പറ്റൂല. അപ്പൊ അവിടെ പറയാണ് ഒരു കമ്പാരിസൺ നടത്തണം, അതായത് 1/4/2021 ഫെയർ മാർക്കറ്റ് വാല്യൂവോ പർച്ചേസ് പ്രൈസ് ഓഫ് അസസി ഓർ പ്രീവിയസ് ഓണറിന്റെ
അല്ലെങ്കിൽ ലാസ്റ്റ് പ്രീവിയസ് ഓണറിന്റെ കേസ് പറയുമ്പോൾ പഴയ ഇപ്പൊ ഞാൻ എന്റെ ഫാദർ തന്നു എന്ന് പറഞ്ഞില്ലേ. ഇപ്പൊ ഞാൻ പറഞ്ഞു ഫാദർ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്ന ലാൻഡ്, ഫാദർ ആ ലാൻഡ് വാങ്ങിയിട്ടുള്ളത് 1980-ലാണ്. അപ്പൊ അന്നത്തെ വില എല്ലാം എടുക്കണ്ട. എന്ത് ചെയ്യണം? ഞാൻ ആ വിലയോ അല്ലെങ്കിൽ 1/4/2001 ആ സ്ഥലത്തിന്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ എത്രയാണോ അതിൽ ഹയർ വേണം എടുക്കാൻ. ഓക്കെ, ഹയർ വേണം എടുക്കാൻ. അപ്പം ക്വസ്റ്റ്യനിൽ തരികയാണ് പ്രീവിയസ് ഓണറിന്റെ ഇത് ഹോൾഡ് ചെയ്ത ഡേറ്റ് അല്ലെങ്കിൽ പ്രീവിയസ് ഓണർ ഇത് പർച്ചേസ് ചെയ്ത ഡേറ്റ് 1989-90 തന്നെ തരികയാണെങ്കിൽ, അല്ലെങ്കിൽ അസസി പർച്ചേസ് ചെയ്ത ഡേറ്റ് തന്നെ 1990 എന്നുള്ള രീതിയിൽ തരികയാണെന്നുണ്ടെങ്കിൽ, 2001 മുമ്പുള്ള ഡേറ്റ് തരികയാണെന്നുണ്ടെങ്കിൽ ഈ കമ്പാരിസൺ നടത്തിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, പർച്ചേസ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എടുക്കാൻ. ഓക്കെ, അപ്പൊ അത് ഫെയർ മാർക്കറ്റ് വാല്യൂ തരും, ക്വസ്റ്റ്യനിൽ തരും. അത് നമ്മൾ കണ്ടെത്താൻ പറയില്ല, FMV എന്തായാലും ക്വസ്റ്റ്യനിൽ തരും. ഇനി ലാൻഡ് ആൻഡ് ബിൽഡിംഗിന്റെ കേസ് പറയുകയാണ്. ഇൻ കേസ് ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, സെയിം സിറ്റുവേഷൻ ലാൻഡ് ആൻഡ് ബിൽഡിംഗിന്റെ കേസ് ആണെങ്കിൽ FMV ആസ് ഓൺ 1/4/2001 ഷാൽ നോട്ട് എക്സീഡ് STV ആസ് ഓൺ എന്താ പറയാ 2001. ഇഫ് FMV is higher than STV, then cost of acquisition is purchase price or STV whichever is higher. അതായത് 1/4/2021 ഫെയർ മാർക്കറ്റ് വാല്യൂ 1/4/2021 സ്റ്റാൻഡേർഡ് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ കമ്പയർ ചെയ്യണം. കമ്പയർ ചെയ്യുമ്പോൾ ലാൻഡ് ആൻഡ് ബിൽഡിംഗിന്റെ കേസിൽ മാത്രം, കാരണം ലാൻഡ് ആൻഡ് ബിൽഡിംഗിന് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഉണ്ടടാ. അപ്പൊ മറ്റേ കേസിൽ നോക്കിയില്ലേ, സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ നമ്മൾ കമ്പയർ ചെയ്യണം. അപ്പൊ ഫെയർ മാർക്കറ്റ് വാല്യൂ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഫെയർ മാർക്കറ്റ് വാല്യൂ ഹയർ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂനെക്കാളും. അപ്പൊ ഫെയർ മാർക്കറ്റ് വാല്യൂ എടുക്കണ്ട, സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എടുത്താൽ മതി കമ്പയർ ചെയ്യാം. പർച്ചേസ് പ്രൈസും സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ മിച്ചോറി ഹയർ എടുക്കും. അതായത് സാധാരണ 1/4/2001 മുമ്പുള്ള അസറ്റിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കാണാൻ നമ്മൾ എന്താ കമ്പയർ ചെയ്യാം? 1/4/2001 ഫെയർ മാർക്കറ്റ് വാല്യൂ യഥാർത്ഥത്തിൽ പർച്ചേസ് ചെയ്ത പ്രൈസ് മിച്ചോറി ഹയർ. ഇഫ് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എന്താ പറയാ ഈസ് ലോവർ ദാൻ ഫെയർ മാർക്കറ്റ് വാല്യൂ, അതായത് ഫെയർ മാർക്കറ്റ് വാല്യൂ കൂടുതലും ലാൻഡ് ആൻഡ് ബിൽഡിംഗിന്റെ കേസിൽ മാത്രമേ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ കുറവാണെങ്കിൽ ഒരു കാര്യം ചെയ്തോ, ഫെയർ മാർക്കറ്റ് വാല്യൂ വേണ്ടെന്ന് വെച്ചോ, ഏതുമായിട്ട് കമ്പയർ ചെയ്താൽ മതി? പർച്ചേസ് പ്രൈസും സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ കമ്പയർ ചെയ്യുക, വിച്ചോറി ഹയർ എടുക്കുക. അപ്പോൾ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആകുമ്പോൾ അതും ശ്രദ്ധിക്കണം, സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂസ് കൂടി ശ്രദ്ധിക്കണം. ഓക്കെ ഓക്കെ യെസ്, കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഫീഡ്ബാക്സ് ആൻഡ് സംതിങ് നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് ഓക്കെ ആവും വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ക്ലാസ് എടുക്കുന്നത്. ആൻഡ് ഇറ്റ്സ് ഫൈൻ, കമന്റ് ചെയ്യാം. ഓക്കെ, ഷെയർ ചെയ്യാം ഫ്രണ്ട്സിനും. ഓക്കെ, ദെൻ ഷെയർസ് ഇഷ്യൂഡ് ബൈ റിസൾട്ടിംഗ് കമ്പനി ടു ഷെയർസ് ഓഫ് ഡീമർജഡ് കമ്പനി. ഡീമർജറിന്റെ കേസിൽ ഡീമർജർ ചെയ്തിട്ടുള്ള പുതിയ കമ്പനി ഉണ്ടാവുമല്ലോ. അപ്പം റിസൾട്ടിംഗ് കമ്പനി, അതായത് ഡീമർജ് ചെയ്ത് കിട്ടിയ റിസൾട്ടിംഗ് കമ്പനിക്ക് ഷെയർസ് ഇഷ്യൂ ചെയ്യും. അപ്പൊ ആ കേസിൽ എങ്ങനെയാണ് കോസ്റ്റ് ഓഫ് കിട്ടിയ കമ്പനിക്ക് എങ്ങനെയാണ് അതിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്നുള്ളത് നോക്കാം. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് ഷെയർസ് ഹെൽഡ് ഇൻ ഡീമർജ്ഡ് കമ്പനി. ഡീമർജ് ചെയ്ത കമ്പനിയിലുള്ള ഷെയർസിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എത്രയാണോ ഇൻറ്റു അസറ്റ് ബേസിലാണ്, അസറ്റ് റേഷ്യോയിലാണ് ചെയ്യുക. നെറ്റ് ബുക്ക് വാല്യൂ ഓഫ് അസറ്റ് ട്രാൻസ്ഫർ ടു റിസൾട്ടിംഗ് കമ്പനി, നെറ്റ് വർത്ത് ഓഫ് ഡീമർജ്ഡ് കമ്പനി. ടോട്ടൽ നെറ്റ് വർത്ത് ഓഫ് ദി കമ്പനി എത്രയാണോ അത് ഡിനോമിനേറ്റർ ആയിട്ട് കൊടുത്തിട്ട് ന്യൂമറേറ്റർ ആയിട്ട് പുതിയ കമ്പനി റിസൾട്ടിംഗ് കമ്പനിയുടെ ബുക്ക് വാല്യൂ ഓഫ് അസറ്റ് എത്രയാണോ നോക്കുക. ആ റേഷ്യോയിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. മിസ്റ്റർ റോണാക് 10 lakh ഷെയർസ് പർച്ചേസ് ഓഫ് ഹീറോ ലിമിറ്റഡ്. 10 ലക്ഷം ഷെയർസ് ആണ് പർച്ചേസ് ചെയ്ത് ഹീറോ ലിമിറ്റഡിന്റെ. 10 ലക്ഷത്തിന് റുപ്യക്ക് റോണാക് എന്ന് പറഞ്ഞ ഒരാള് ആ കമ്പനിയുടെ ഡീമർജ് ചെയ്ത ഹീറോ ലിമിറ്റഡിന്റെ നെറ്റ് വർത്ത് 50 lakh ആണ്. ഓക്കെ, ഇനി ഇത് ഡീമർജർ സംഭവിച്ചു. റിസൾട്ടിംഗ് കമ്പനി ഹീറോയിൻ ലിമിറ്റഡ് ആണ്. ഓക്കെ, ഹീറോയിൻ ലിമിറ്റഡ് 10 കോടി അസറ്റ് ആണ് ട്രാൻസ്ഫർ ചെയ്തത്. അപ്പം ന്യൂമറേറ്റർ 10, ഡിനോമിനേറ്റർ 50. ഓക്കെ, ദെൻ ഈ കോസ്റ്റ് ഓഫ് അസറ്റ് ഇപ്പം എന്ത് ചെയ്യണം? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കാണണം. 10 ലക്ഷമല്ലേ പർച്ചേസ് ചെയ്തത്, ഇപ്പം എത്രയാ? ഇൻറ്റു 10, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 lakhs. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കണ്ടെത്തി. ഓക്കെ, ഷെയർസ് ഓഫ് ഹീറോയിൻ ലിമിറ്റഡ് സോൾഡ് ബൈ റോണാക്. റോണാക് ഇത് വിറ്റത് പവന വിറ്റത് ഫോർ 12 lakhs. 12 ലക്ഷത്തിനാണ് ഇതെന്ത് വിറ്റത്. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഇപ്പോൾ കാൽക്കുലേഷൻ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നമ്മൾ എന്ത് ചെയ്തു കണ്ടു, 2 ലക്ഷമാണ്, വിറ്റത് 12 ലക്ഷമാണ്. ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പോൾ ആ ഒരു റേഷ്യോയിലാണ് നമ്മൾ എന്ത് ചെയ്യുക കോസ്റ്റ്. അപ്പം കോസ്റ്റ് ഓഫ് അക്വിസിഷൻ 10 ശരിക്കും 10 അല്ലേ? പുതിയ കമ്പനി ആയില്ലേ, മാറിയില്ലേ? അപ്പൊ റിസൾട്ടിംഗ് കമ്പനി എത്രയാ? ഹീറോയിൻ ലിമിറ്റഡ് അല്ലേ റിസൾട്ടിംഗ് കമ്പനി. ഓക്കെ, അപ്പം ആ ഏത് റേഷ്യോയിലാണ് ഡീമർജറിന്റെ കേസിൽ നമ്മൾ ഈ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നോക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ ദി റേഷ്യോ ഓഫ് എന്താ പറയുക അസറ്റ് ആൻഡ് നെറ്റ് വർത്ത്. ആ ക്വസ്റ്റ്യനിൽ തരും, ഈ വാല്യൂസ് ഒക്കെ ക്വസ്റ്റ്യനിൽ തരും. ആ റേഷ്യോ കണ്ടെത്താനുള്ള മാർഗം നമ്മൾ ആ വേ നമ്മൾ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ്. വാട്ട് ഈസ് മീൻ ബൈ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് എന്നുള്ളത്, അതായത് നമ്മൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. ഓൾ എക്സ്പെൻഡിച്ചർ ഓഫ് ക്യാപിറ്റൽ നേച്ചർ ആണ്. ക്യാപിറ്റൽ നേച്ചർ ആയിട്ടുള്ള എല്ലാ എക്സ്പെൻഡിച്ചറും ഇൻകേർഡ് ഓൺ ഇംപ്രൂവ്മെന്റ് ഓഫ് ക്യാപിറ്റൽ അസറ്റ് ബൈ അസസി ഓർ പ്രീവിയസ് ഓണർ ആഫ്റ്റർ 1/4/2001.
If incurred before 1/4/2001, then ignore. Very important. 1/4/2021 മുൻപുള്ള വല്ല ഇംപ്രൂവ്മെന്റ് കോസ്റ്റ് ആണെങ്കിൽ നോട്ട് ബി റെഡ്യൂസ്ഡ്. അല്ലാത്ത എല്ലാ ഇംപ്രൂവ്മെന്റ് കോസ്റ്റ് നമുക്ക് മൈനസ് ചെയ്യാം റിലേറ്റഡ് ടു ദാറ്റ് ക്യാപിറ്റൽ അസെറ്റ്. അത് പ്രീവിയസ് ഓണർ ആണെങ്കിലും അസസി ആണെങ്കിലും നമുക്ക് മൈനസ് ചെയ്യാം. ആൻഡ് ഇറ്റ് ഷുഡ് ബി ഇൻ ക്യാപിറ്റൽ നാച്ചുർ. ക്യാപിറ്റൽ നാച്ചുർ ആവണം. ഇംപ്രൂവ്മെന്റ് ഓഫ് ക്യാപിറ്റൽ അസെറ്റ് ആണെങ്കിൽ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. ഓക്കെ. സോ ദിസ് ഈസ് ദി ഫസ്റ്റ് പാർട്ട് ഓഫ് ക്യാപിറ്റൽ ഗെയിൻ. ക്യാപിറ്റൽ ഗെയിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇതാണ്. ഇത് കഴിഞ്ഞിട്ട് ഇനി സ്പെഷ്യൽ കേസ് പറയാനുണ്ട്. 7 സ്പെഷ്യൽ കേസ് ഉണ്ട്. ആ സ്പെഷ്യൽ കേസ് കഴിഞ്ഞാൽ പിന്നെ പറയാനുള്ളത് എക്സംഷൻസ് ആണ്. 50B വരെയാണ് സ്പെഷ്യൽ കേസ്, 51 വരെ സ്പെഷ്യൽ കേസ് ഉണ്ട്, 48 വരെ. പിന്നെ എക്സംഷൻസും പറയാനുണ്ട്. എക്സംഷൻസും കഴിഞ്ഞാൽ പിന്നെ ടാക്സ് റേറ്റും ആണ്. ഒരു ഒറ്റ സെഷൻ, ഒരു 45 മിനിറ്റ്സിന്റെ ഒരു കാര്യം കൂടെ ഉണ്ടാവുള്ളൂ ക്യാപിറ്റൽ ഗെയിൻ. ദാറ്റ്സ് ഓൾ അബൌട്ട് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞാൽ ഒരുമിച്ച് എടുക്കുന്നില്ല. ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പാർട്ടിൽ ബാക്കി ഡിസ്കഷൻസ് ചെയ്യാം. ഓക്കെ. സോ കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഫീഡ്ബാക്ക് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എനി ഡൗട്ട്സ് എന്ത് ചെയ്യണം? ഇതിൽ കോൺടാക്ട് ചെയ്യുക. 8943081450 ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ദിസ് ഇസ് മൈ നമ്പർ. ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം, അത് ക്ലിയർ ചെയ്യാം. ഓക്കെ. സോ സീ യു ഇൻ നെക്സ്റ്റ് പാർട്ട്. നെക്സ്റ്റ് പാർട്ടിന് വേണ്ടി കമന്റ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ കാണാം. ഓക്കെ, ബൈ.